ഹരിയോ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നവരാത്രി വ്രതത്തെക്കുറിച്ചാണ്. നവരാത്രി കാലം അടുത്തിരിക്കുകയാണ്. നവരാത്രി ഒരു ഉപാസനയാണ്. ആരെയാണ് ഇതിൽ ഉപാസിക്കുന്നത്? അതാദ്യം നോക്കാം. നവരാത്രിയിൽ ഉപാസിക്കുന്നത് ദുർഗയെയാണ്. അമ്മയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്, അനന്തനാമങ്ങളുള്ളവളാണ്. അതിൽ നിന്നും ഒരു നാമത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നവരാത്രിയിൽ ആരാധിക്കുന്നു. ആ പേര് ദുർഗ എന്നാണ്. ആ പേരിന് വളരെയധികം സവിശേഷതയുണ്ട്. ദുർഗ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാൻ പറ്റാത്തവൾ. കോട്ടകളെയെല്ലാം ദുർഗങ്ങൾ എന്ന് വിളിക്കും. കാരണം കോട്ടകളുടെ അകത്തേക്ക് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അൺഅപ്രോച്ചബിൾ ആണെന്ന അർത്ഥത്തിൽ ദുർഗ എന്ന അമ്മയെ വിളിക്കുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്? നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അറിയാൻ സാധിക്കുന്നുണ്ട്. കണ്ണുകൾക്ക് കാഴ്ച കാണാം, ചെവികൾക്ക് ശബ്ദങ്ങൾ കേൾക്കാം, മൂക്കിന് മണക്കാം, നാക്കിന് രുചിക്കാം, ത്വക്കിന് സ്പർശിക്കാം. ഇങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ആ ശക്തി പക്ഷെ ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. അപ്പോൾ മനസ്സിന് ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും അറിയാൻ പറ്റും. മനസ്സ് ഇന്ദ്രിയങ്ങളിൽ നിന്നും വിട്ടാൽ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും പിന്നെ പ്രവർത്തിക്കുന്നില്ല, അത് ശാന്തമാണ്. എന്നാൽ മനസ്സിന് ഈ ശക്തി ബുദ്ധിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ബുദ്ധി പ്രകാശസ്വരൂപമാണ്. അപ്പോൾ ബുദ്ധിയുടെ പ്രകാശമുള്ളപ്പോൾ മനസ്സ് പ്രവർത്തിക്കുന്നു. മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളെ അത് നമ്മിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് നമ്മുടെ അറിവിൻ്റെ ഉപകരണം: ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ. പക്ഷെ ഈ ബുദ്ധി സ്വയം പ്രകാശമുള്ള വസ്തുവല്ല. ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ഒന്നുണ്ട്. അതിനെയാണ് ചൈതന്യം എന്ന് വിളിക്കുന്നത്. ശുദ്ധമായ ബോധം. അത് ബുദ്ധിക്കും അപ്പുറമാണ്. അതിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിക്കൂ. എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് അതിനെ പ്രാപിക്കാൻ പറ്റില്ല, മനസ്സിന് അതിനെ പ്രാപിക്കാൻ പറ്റില്ല, ബുദ്ധിക്കും അതിനെ പ്രാപിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അറിവിനുള്ള ഉപകരണങ്ങൾക്കെല്ലാം അത് അപ്രാപ്യമാണ്. അതുകൊണ്ട് ആ ചൈതന്യത്തെ, ആ ബോധത്തെ നമ്മൾ ദുർഗ എന്ന് വിളിക്കുന്നു. അപ്പോൾ നവരാത്രിയിൽ ഉപാസിക്കുന്നത് ദുർഗയെ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ് ഉപാസിക്കുന്നത്. ആ ചൈതന്യത്തെയാണ് ദുർഗ എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം. പ്രപഞ്ചം മുഴുവൻ നമുക്ക് അപ്രാപ്യമായതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ നമ്മൾ ആരാധിക്കുന്നു. കാരണം അകത്തുള്ളത് തന്നെയാണ് പുറത്തുമുള്ളത്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്നത് ആത്മഭാവത്തിലിരിക്കുന്ന ചൈതന്യത്തെയാണ്. ആ ചൈതന്യത്തെ ദുർഗ എന്ന് വിളിക്കുന്നു. അപ്പൊ ദുർഗയെ ആരാധിക്കുക, ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ദുർഗയെ അറിയാൻ ശ്രമിക്കുക എന്നാണ് അർത്ഥം. ഉപാസന എന്ന വാക്കിന് അടുത്തിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്തിരുന്നാണ് നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ അടുത്തിരുന്നാണ് അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്. അതേപോലെ ദേവിയുടെ അടുത്തിരുന്ന് ദേവിയെ അറിയാൻ ശ്രമിക്കുന്നതാണ് ഉപാസന. അപ്പോൾ ദുർഗയെ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനത്തിനു വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കാനുള്ള കാലമാണ് നവരാത്രി. 9 രാത്രികളാണ് ഇവിടെ നമ്മൾ ഉപാസനയ്ക്ക് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് രാത്രി എന്ന് പറയുന്നത്? ദിവസം എന്ന് പറഞ്ഞാൽ പോലെ, ദിനം എന്ന് പറഞ്ഞാൽ പോലെ രാത്രി എന്ന് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം നോക്കണം. അതായത് 2-ാം അധ്യായത്തിലെ 69-ാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു: യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. ഭൗതികമായ തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ അവര് ഉണർന്നിരിക്കുന്നത് ലോകത്തിലേക്കാണ്. അപ്പൊ ലോകം അവർക്ക് പകലാണ്. എന്നാൽ ബുദ്ധിക്കതീതമായി നിൽക്കുന്ന ചൈതന്യം അവർക്ക് രാത്രിയാണ്. അതിനെ അവർ അറിയുന്നില്ല. അപ്പൊ അതിലേക്ക് അവർ ഉറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഒരു മുനി, ഒരു ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള യോഗി, അവൻ ആത്മാവിനെ അറിയുന്നു. അതുകൊണ്ട് അത് അവന് പകലാണ്, ബാക്കിയുള്ളതെല്ലാം അവന് രാത്രിയാണ്. അപ്പോൾ ലോകത്തെ അവൻ അറിയുന്നില്ല, വൈവിധ്യത്തെ അവൻ അറിയുന്നില്ല. അവൻ അറിയുന്നത് ഏകമായ അദ്വിതീയമായ ആനന്ദത്തെ, ആത്മാവിനെ. അപ്പൊ ഇതുകൊണ്ട് ആത്മാവെന്നുള്ളത്, ആ ബോധം എന്നുള്ളത് നമുക്ക് അവ്യക്തമാണെന്ന് സൂചിപ്പിക്കാൻ ഭഗവത്ഗീത അതിനെ സാധാരണക്കാർക്കുള്ള രാത്രിയായിട്ട് പറയും. കാരണം സാധാരണക്കാര് ഉറങ്ങുന്നത് രാത്രിയാണ്. അവർ ഈ ആത്മാവിലേക്ക് ഉറങ്ങിയിരിക്കുന്നവരാണ്. അതായത് ഈ ആത്മാവ് അവരുടെ ബോധത്തിലില്ല. അവർ ലോകത്തെ മാത്രമാണ് അറിയുന്നത്.
അപ്പോൾ അവ്യക്തതയെ സൂചിപ്പിക്കാൻ രാത്രി എന്ന പ്രയോഗം ഭഗവത്ഗീത നടത്തുന്നു. അപ്പോൾ നമുക്ക് അവ്യക്തമായത് എന്താ, നമ്മുടെ രാത്രി എന്താ, അത് ആത്മാവാണ്. ഒരു ജ്ഞാനിക്ക് അത് പകലാണ്, ഒരു ജ്ഞാനി അതിനെ അറിയുന്നു. പക്ഷെ നമ്മൾ സാധകരാണ്, നമ്മൾ ജ്ഞാനം സമ്പാദിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാധകൻ അതിനെ, ആ അവ്യക്തത്തിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പൊ അവ്യക്തമായത് കൊണ്ട് രാത്രി, അതുകൊണ്ട് 9 രാത്രിയിലെ ഉപാസന, 9 രാത്രി എന്ന് പറയുന്നത് അവ്യക്തമായ ഉപാസനയാണെന്ന് സൂചിപ്പിക്കാൻ, അവിടെ ലക്ഷ്യം ദുർഗയാണെന്ന് പറയുമ്പോൾ ആത്മാനുഭൂതിയാണ് ലക്ഷ്യമെന്നും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഈ പേരിൽ നിന്ന് തന്നെ, നവരാത്രി എന്ന പേരിൽ നിന്ന് തന്നെ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് യത്നിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു. ഇവിടെ 9 രാത്രികളുണ്ട്. ദുർഗയെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. എന്നാൽ ദുർഗയെ 9 ഭാവത്തിലാണ് നമ്മൾ ഉപാസിക്കുന്നത്. 9 ഭാവത്തിൽ ഉപാസിച്ചിട്ടാണ് ദുർഗയുടെ പൂർണ്ണത 10ാമത്തെ ദിവസം, ദശമി ദിവസം നമ്മൾ അറിയുന്നത്. അപ്പോൾ ആത്മാനന്ദം പരിപൂർണമാകുന്ന ആ ദുർഗാഭാവത്തെ നേടാൻ 9 ഭാവങ്ങളിലൂടെ നമ്മൾ കടന്നു ചെല്ലുന്നു. ആ 9 ഭാവങ്ങൾ ഏതൊക്കെയാണ് പറയുന്നത് ഒരു ശ്ലോകത്തിലുണ്ട്. പണ്ടത്തെ ഒരു പ്രസിദ്ധമായ ശ്ലോകമാണ്. നമുക്ക് ആദ്യം ആ ശ്ലോകം ഒന്ന് നോക്കി ആ 9 പേരുകളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഘണ്ടേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനി തഥാ, സപ്തമം കാലരാത്രിശ്ച, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിധാത്രീ ച, നവദുർഗാ പ്രകീർത്തിത, ഉക്താന്യേതാനി നാമാനി ബ്രഹ്മനൈവ മഹാത്മന. മഹാത്മാവായ ബ്രഹ്മാവ്, സ്രഷ്ടാവ്, അദ്ദേഹമാണ് ദുർഗയുടെ ഈ 9 പേരുകളെ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. അതാണ് അവസാനമായി പറയുന്നത്. ഏതൊക്കെയാണ് 9 പേരുകൾ? ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഘണ്ട, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി. ഇതാണ് നവദുർഗകൾ. ഈ നവദുർഗകളെ ഓരോന്നോരോന്നായി ഓരോ രാത്രിയും ഉപാസിച്ച് 9ാമത്തെ ഭാവത്തെയും തരണം ചെയ്ത് ദുർഗയെ ആ പരിപൂർണ ശോഭയോടുകൂടി അറിയുന്നത് 10ാമത്തെ ദിവസം. അങ്ങനെയാണ് നവരാത്രി വ്രതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ 9 ഭാവങ്ങളെയും നമ്മൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ധ്യാനിക്കണം. അവരുടെ ആ ഭാവം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നവദുർഗാ സ്തോത്രം ഒന്ന് നോക്കാം. വളരെ പ്രസിദ്ധമായ സ്തോത്രമാണ്. ദുർഗയുടെ 9 ഭാവങ്ങളെ ഓരോ ശ്ലോകങ്ങളിലായി സ്തുതിക്കുന്നു. അപ്പൊ അമ്മയുടെ ഏകദേശം ഒരു രൂപം നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി, കാരണം ഓരോ ദിവസവും ഓരോ രൂപത്തെയാണ് ധ്യാനിക്കേണ്ടത്, ഓരോ ഭാവത്തെയാണ്. അപ്പൊ അതത് ഭാവത്തിന്റെ ചെറിയ ഒരു വർണ്ണനയാണ് ഓരോ ശ്ലോകത്തിലും ഈ നവദുർഗാ സ്തോത്രത്തിലുള്ളത്. അപ്പോൾ ആ രീതിയിൽ 9 ദുർഗകളെയും നമുക്ക് ആദ്യം ഒന്ന് ധ്യാനിക്കാം. നവദുർഗാ സ്തോത്രം ആരംഭിക്കുന്നത് ശൈലപുത്രിയെ സ്തുതിച്ചുകൊണ്ടാണ്. ഓം വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർദ്ധകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. വന്ദേ, ഞാൻ വന്ദിക്കുന്നു. ആരെയാണ് വന്ദിക്കുന്നത്? വാഞ്ചിത ലാഭായ, ആഗ്രഹിക്കുന്നത് നടത്തി തരുന്നവളെ ഞാൻ വന്ദിക്കുന്നു. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അമ്മ നടത്തിത്തരും. ഇവിടെ ഭക്തർക്ക് നൽകുന്ന ഒരു സൂചനയുണ്ട്. അതായത് ഉപാസന നടത്തുന്ന സമയത്ത് നമ്മുടെ ഒരു ലക്ഷ്യം നമുക്കുണ്ടാവണം. ആ ഉള്ള ലക്ഷ്യം നമുക്ക് വളരെ വ്യക്തമായിരിക്കണം. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപാസന നടത്താം, ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നടത്താം. നവരാത്രി പൊതുവെ ആത്മാനുഭൂതിക്കാണെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കി. പക്ഷെ അതിനെ ഭൗതികമായ തലത്തിലും നടത്താം. അങ്ങനെ നടത്തുന്ന സമയത്തും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിലുണ്ടാകണം. വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഉപാസനയാണ് ഫലിക്കുക. അപ്പോൾ നമ്മുടെ ആഗ്രഹം സഫലമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ ഇച്ഛ മനസ്സിൽ പ്രകാശിക്കണം. ആ ഭാവത്തിൽ അമ്മയെ ഉപാസിക്കണം. കാരണം വാഞ്ചിത ലാഭയാണ് അമ്മ. ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന കൽപ്പത്തരുവാണ് അമ്മ. അപ്പൊ വ്യക്തമായ ആഗ്രഹത്തോടു കൂടി സമീപിച്ചാൽ ആ ആഗ്രഹങ്ങൾ അവശ്യം നടത്തി കിട്ടും. അത് അമ്മയുടെ കരുണയാണ്, അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ കൽപ്പത്തരുവിന്റെ അടുത്ത് ചെന്ന് ഇച്ഛിച്ചാൽ അപ്പോൾ തന്നെ കിട്ടും. കാരണം കൽപ്പത്തരുവിന്റെ സ്വഭാവം അതാണ്. ദേവലോകത്തുള്ള വൃക്ഷമാണ് കൽപ്പത്തരു. അതേപോലെ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്, വാഞ്ചിത ലാഭയാണ്. അപ്പൊ അമ്മയുടെ അടുത്ത് ചെന്ന് ആഗ്രഹങ്ങൾ ഉണ്ടായാൽ ആ ആഗ്രഹങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കപ്പെട്ടാൽ അതിന്റെ ഫലം തീർച്ചയായും കിട്ടും. അത് അമ്മയുടെ സഹജമായ ഭാവമാണ് ശൈലപുത്രിയുടെ.
അപ്പൊ അതുകൊണ്ട് വാഞ്ചിത ലാഭായ വന്ദേ, ഞാൻ ആ ആഗ്രഹങ്ങളെയെല്ലാം നടത്തിത്തരുന്ന ചൈതന്യമായ അമ്മയെ ഞാൻ വന്ദിക്കുന്നു. ചന്ദ്രാർദ്ധകൃത ശേഖരാം, ശേഖര ശബ്ദത്തിന് കിരീടം എന്നാണ് അർത്ഥം. അപ്പോൾ അർദ്ധചന്ദ്രനെ കിരീടമാക്കിയവൾ എന്നൊരർത്ഥം വന്നു. അതായത് അമ്മയുടെ കിരീടം ചന്ദ്രന്റെ കാന്തി പോലെ ശോഭിക്കുന്നു എന്ന ഒരർത്ഥം ഇവിടെ എടുക്കാം. ചന്ദ്രന്റെ കാന്തി പോലെ ശോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ കിരണങ്ങൾക്ക് മനസ്സിനെ ആനന്ദിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പൊ അമ്മയുടെ കിരീടത്തിൽ നിന്നും വരുന്ന ശോഭ, അതായത് അമ്മ ആ കിരീടം അണിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ, ഭക്തർ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിയായ ആനന്ദം, ആഹ്ലാദം ജനിക്കുന്നു. അതുകൊണ്ട് അമ്മയുടെ കിരീടത്തെ ചന്ദ്രാർദ്ധമായിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുന്നു. ചന്ദ്രനെ തന്നെ, പകുതി ചന്ദ്രനെ തന്നെ കിരീടമായിട്ട് ധരിച്ചവളാണ് അമ്മ എന്നർത്ഥത്തിൽ ചന്ദ്രാർദ്ധകൃത ശേഖരാം എന്നൊരു അർത്ഥം. ഇനി ഇത് തന്നെ ചന്ദ്രന്റെ കല എന്ന് ചന്ദ്രാർത്ഥ ശബ്ദത്തിനെടുത്താൽ ചന്ദ്രക്കലയെ മകുടത്തിൽ ധരിച്ചവൾ. അമ്മയുടെ കിരീടത്തിൽ ചന്ദ്രന്റെ കല, ചന്ദ്രക്കല ഒരു ആഭരണമായിട്ട് അമ്മ ധരിച്ചിട്ടുണ്ട്. ചന്ദ്രൻ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സ് ശാന്തമായിരിക്കുന്ന ഭാവമാണ് ചന്ദ്രക്കല സൂചിപ്പിക്കുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നാൽ ഭക്തരുടെ മനസ്സ് ശാന്തമാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ചന്ദ്രക്കലയെ അമ്മ ധരിച്ചിരിക്കുന്നു. ചന്ദ്രാർദ്ധകൃത ശേഖര, അങ്ങനെയുള്ള അമ്മയെ ഞാൻ വന്ദിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു വൃഷാരൂഢ. വൃഷം എന്നാൽ കാള, കാളയിൽ സഞ്ചരിക്കുന്നവൾ, കാളയിൽ കയറിയിരിക്കുന്നവൾ, കാളയെ വാഹനമാക്കിയവൾ. അപ്പോൾ രൂപധ്യാനം നടത്തുമ്പോൾ കാളപ്പുറത്തിരിക്കുന്ന അമ്മയെ നമുക്ക് ധ്യാനിക്കാം. എന്നാൽ ഇവിടെ കാള, ഈ വൃഷം ധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വസ്തുവിനെ അതായി നിലനിർത്തുന്നത് എന്തോ അതാണ് ധർമ്മം. അഗ്നിയുടെ ധർമ്മം ചൂടും പ്രകാശവുമാണ്. തണുത്ത ഇരുണ്ട അഗ്നി ഇല്ല. തണുത്തതോ ഇരുണ്ടതോ ആയാൽ അത് പിന്നെ അഗ്നിയല്ല, മറ്റെന്തോ ആണ്. അപ്പൊ അഗ്നിയെ അഗ്നിയായി നിലനിർത്തുന്നത് അതിൻ്റെ ധർമ്മം. ഇതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിനെയും നിലനിർത്തുന്നത് ധർമ്മമാണ്. ആ ധർമ്മത്തിലാണ് അമ്മ സഞ്ചരിക്കുന്നത് എന്ന് കാണിക്കാൻ വൃഷാരൂഢാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് പ്രപഞ്ചത്തിൽ ധർമ്മം വ്യക്തമായി പ്രകാശിക്കുമ്പോൾ ആ ധർമ്മത്തെ പ്രകാശിപ്പിക്കുന്നവൾ അമ്മയാണെന്ന ബോധം നമുക്കുണ്ടാകണമെന്നും ധർമ്മത്തിലൂടെ നമുക്ക് അമ്മയുടെ അനുഭൂതി ഉണ്ടാകണമെന്നും സൂചിപ്പിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ കൃത്യമായി നിലനിൽക്കുന്നത് കൊണ്ട് അമ്മയുണ്ടെന്ന് നമ്മൾ അനുമാനിക്കണം. അമ്മയെ ആദ്യം അറിയേണ്ടത് അങ്ങനെയാണ്. നേരിട്ട് അനുഭവിക്കലൊക്കെ പിന്നെയാണ്. ആദ്യം നമ്മളൊന്ന് അനുമാനിക്കണം അമ്മയുണ്ടെന്ന്. ആ അനുമാനം ഉണ്ടാകുന്നത് ധർമ്മവ്യവസ്ഥ കാണുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് വൃഷത്തെ വാഹനമാക്കിയവൾ, വൃഷത്തിൽ കയറിയിരിക്കുന്നവൾ വൃഷാരൂഢ, അങ്ങനെയുള്ള അമ്മയെ ഞാൻ വന്ദിക്കുന്നു. അത് കഴിഞ്ഞു പറയുന്നു ശൂലധരാം, ശൂലത്തെ ധരിച്ചിരിക്കുന്നവൾ. ശൂലം ആയുധമാണ്. ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളത് അമ്മയുടെ വ്രതമാണ്. അപ്പോൾ ധർമ്മത്തിനെ തെറ്റിക്കുന്ന ആൾക്കാരെ വധിക്കാൻ വേണ്ടി, ശിക്ഷിക്കാൻ വേണ്ടി ശൂലം എന്ന ആയുധത്തെ അമ്മ ധരിച്ചിരിക്കുന്നു. ഭൗതികമായ തലത്തിലും നമുക്കിത് കാണാം. ദുഷ്ടന്മാരുടെ നിഗ്രഹം നമുക്ക് കാണാം. പൗരാണികമായ കഥകളിലെല്ലാം ഇത് ഒരുപാട് വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ദുഷ്ടന്മാർ വർദ്ധിക്കുന്ന സമയത്ത് അവരെ നിഗ്രഹിച്ചുകൊണ്ട് ധർമ്മവ്യവസ്ഥയെ പുനഃസ്ഥാപിച്ചുകൊണ്ട് സാധുക്കളെ രക്ഷിക്കുന്നവളാണ് താൻ എന്ന ഭാവത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ശൂലത്തെ ധരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആന്തരികമായ നമ്മുടെ ദുഷിപ്പുകളെയെല്ലാം ഇല്ലാതെയാക്കുന്ന ആയുധവുമാണ് ശൂലം. അത് സൂക്ഷ്മഭാവത്തിൽ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുഷിപ്പിനെ ഇല്ലാതെയാക്കി ചിത്തത്തിൽ ധർമ്മത്തെ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ആനന്ദമുണ്ടാക്കി തരുന്നവളായതുകൊണ്ട് ശൂലത്തെ ധരിച്ചിരിക്കുന്നു. ഭൗതികമായി ദുഷ്ടനിഗ്രഹം നടത്തുന്നവളായതുകൊണ്ടും ശൂലധരയാണ് അമ്മ. ആ ഏകാഗ്രതയാണ് ശൂലം സൂചിപ്പിക്കുന്നതെന്ന് പറയാം. ആന്തരികമായി നോക്കിയാൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ മാത്രമേ നമുക്ക് സാധനയിൽ സിദ്ധി വരൂ. അപ്പോൾ ആ ഏകാഗ്രതയെ പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് ശൂലത്തെ ധരിച്ചിരിക്കുന്നു, ശൂലധര എന്ന് വിളിച്ചിരിക്കുന്നു. ആ അമ്മയെ ഞാൻ വന്ദിക്കുന്നു. യശസ്വിനിയും, യശസ്സുള്ളവളാണ്. യശസ്സുള്ളവളാണെന്ന് പറഞ്ഞാൽ ഉള്ള എല്ലാ യശസ്സും അമ്മയുടേതാണ്. ഈ പ്രപഞ്ചത്തിൽ യശസ്സിന് അർഹമായത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അമ്മയുടെ തന്നെ ഭാവങ്ങളാണ്. അപ്പോൾ എവിടെയെല്ലാം യശസ് നമ്മൾ കാണുന്നുവോ അവിടെ നമ്മൾ അമ്മയെ അറിയണം. അത് അമ്മയുടെ യശസ്സാണെന്ന ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ സാധിച്ചാൽ നിത്യസ്മരണയുണ്ടാകും. എല്ലാ സ്ഥലത്തും അമ്മയെ കാണാൻ സാധിക്കും. അത് നമ്മുടെ ഉപാസനയുടെ തീവ്രതയെ വർദ്ധിപ്പിക്കും. അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സഫലമാകാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് യശസ്വിനിയാണ് അമ്മ. സാധാരണക്കാര് ലോകത്തിൽ കാണുന്ന യശസ് വസ്തുക്കളിലും വ്യക്തികളിലുമാണ് ആരോപിക്കുന്നത്. എന്നാൽ ഭക്തൻ അത് അമ്മയിൽ ആരോപിക്കുന്നു.
അമ്മയുടെ യശസ്സാണ് അതെന്ന് ഭക്തൻ മനസ്സിലാക്കുന്നു. ഇനി അമ്മയുടെ യശസ്സുകളുടെ വർണ്ണനകളാണ് പുരാണങ്ങൾ മുഴുവൻ. അപ്പോൾ പുരാണത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നവൾ, പുരാണത്താൽ സദാ കീർത്തിക്കപ്പെടുന്നവൾ എന്നർത്ഥത്തിൽ യശസ്വിനി, അങ്ങനെയായിട്ടുള്ള ശൈലപുത്രിയെ, ശൈലം എന്നാൽ പർവ്വതം, അപ്പൊ പർവ്വതത്തിന്റെ മകളായിരിക്കുന്നവൾ പാർവതീഭാവത്തെ സൂചിപ്പിക്കാം. അതല്ലെങ്കിൽ പർവ്വതത്തിൽ തപസ്സിനായിട്ട് വസിക്കുന്നവൾ, അപ്പൊ പർവ്വതത്തെ ആശ്രയിച്ചതുകൊണ്ട് പർവ്വതപുത്രി എന്ന ഭാവത്തിൽ ശൈലപുത്രിയായിരിക്കുന്ന ആ ആദ്യത്തെ ദുർഗാഭാവത്തെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് നവദുർഗാ സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകം. രണ്ടാമതായി ബ്രഹ്മചാരിണി ഭാവത്തെയാണ് സ്തുതിക്കുന്നത്. ഇവിടെ പറയുന്നു, ദധാനാകര പത്മാഭ്യാം അക്ഷമാല കമണ്ഡലു ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമ. താമരയുടെ കോമളമായ ഇതളുകളെ പോലെയുള്ള കൈകളാണ് അമ്മയ്ക്കുള്ളത്. ആ കൈകളിൽ അമ്മ ഒന്നിൽ അക്ഷമാലയെയും ജപമാലയെയും മറ്റേതിൽ കമണ്ഡലുവിനെയും ധരിച്ചിരിക്കുന്നു. സാധനയുടെ ഭാവമാണ് ഇത്. മുനികളാണ് സാധാരണ അക്ഷമാലയും കമണ്ഡലവും ധരിച്ചിരിക്കുന്നത്. അപ്പോൾ സാധനയുടെ ഭാവത്തിലിരിക്കുന്ന, സാധകരുപാസിക്കേണ്ട ഭാവമായിരിക്കുന്ന അമ്മയാണ് ബ്രഹ്മചാരിണി. അപ്പോൾ ഒരു കൈയിൽ, രണ്ട് കൈകളും അതികോമളമായ താമരയുടെ ഇതളുകൾ പോലെയാണ്. ആ അരുണിമ, താമരയുടെ ആ നിറം ആ കൈകൾക്കുണ്ടെന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. അപ്പൊ അങ്ങനെയുള്ള രണ്ട് കൈകളിൽ ഒന്നിൽ ജപമാലയെയും ഒന്നിൽ കമണ്ഡലുവിനെയും ധരിച്ചിരിക്കുന്ന അമ്മ അനുത്തമയാണെന്ന് പറയുന്നു. ഉത്തമയല്ല, അത്യുത്തമ എന്നാണ് ഇവിടെ അർത്ഥം. അപ്പോൾ ഉത്തമം എന്ന് നമ്മൾ പറയുന്നതിനും അപ്പുറം നിൽക്കുന്ന, കാരണം പ്രപഞ്ചത്തിന്റെ അതിരുകൾക്കുള്ളിലുള്ളതേ നമുക്കറിയാൻ സാധിക്കും. അവിടെ നമ്മൾ ഉത്തമം എന്ന് പറയുന്ന പല വസ്തുക്കളും ഉണ്ടാകും. എന്നാൽ അതിനെല്ലാം അതീതമായി നിൽക്കുന്നവളായതുകൊണ്ട് അനുത്തമ, അത്യുത്തമ എന്ന അർത്ഥത്തിൽ ഇവിടെ വിളിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ബ്രഹ്മചാരിണി, ബ്രഹ്മത്തിൽ ചരിക്കുന്നവൾ ബ്രഹ്മചാരിണി. ബ്രഹ്മത്തിൽ ചരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദത്തിൽ മുഴുകി കഴിയുന്നവൾ, അതല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി ചരിക്കുന്നവൾ എന്നർത്ഥവും. അപ്പൊ അവിടെ സാധകയുടെ ഭാവം വന്നു. ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണമോ അങ്ങനെയുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന സാധകനും ബ്രഹ്മചാരിണിയാണ്. അപ്പൊ ആ ഭാവത്തിൽ ബ്രഹ്മചാരിണിയായ അനുത്തമയായ ആ അമ്മയെ മയി പ്രസീദതു ദേവി, ദേവി എന്നാൽ പ്രകാശിക്കുന്നവൾ, ക്രീഡിക്കുന്നവൾ എന്നെല്ലാം അർത്ഥം. അപ്പോൾ ചൈതന്യമാണ് അമ്മ എന്ന് നമ്മൾ പറഞ്ഞു. ആ ചൈതന്യമായി പ്രകാശിക്കുന്ന അമ്മ മയി പ്രസീദത്തു, എന്നിൽ പ്രസാദിക്കട്ടെ. ഒരു കയ്യിൽ അക്ഷമാലയും മറ്റേ കയ്യിൽ കമണ്ഡലവും ധരിച്ച് ഉത്തമങ്ങൾക്കും അതീതമായ ഉത്തമയായി ഇരിക്കുന്ന ആ ദേവി, ആ ബ്രഹ്മചാരിണി എന്നിൽ പ്രസാദിക്കട്ടെ എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മചാരിണിയെ സ്തുതിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകത്തിൽ ചന്ദ്രഘണ്ഠാദേവിയെയാണ് സ്തുതിക്കുന്നത്. പിണ്ഡജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്രകൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഘണ്ഠേതി വിശ്രുത. പിണ്ഡജ പ്രവരാരൂഢ, പിണ്ഡജ ശബ്ദത്തിന് പുലി എന്ന അർത്ഥമെടുക്കാം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ പുലിയുടെ പുറത്ത് ഇരിക്കുന്നവൾ, പുലിയുടെ പുറത്താണ് അമ്മ ഇരിക്കുന്നത് എന്നൊരർത്ഥം വന്നു. പിണ്ഡ ശബ്ദത്തിന് നമുക്ക് കോശങ്ങൾ എന്നർത്ഥമെടുക്കാം. അപ്പോൾ കോശത്തിൽ നിന്നും ജനിച്ചത് പിണ്ഡജ ശബ്ദത്തിന്, അപ്പോൾ ശരീരം എന്ന അർത്ഥം വന്നു. ശരീരത്തിൽ ആരൂഢ, ശരീരത്തിൽ ഇരിക്കുന്നവൾ. അപ്പോൾ ഒന്ന് പുലിവാഹനയായിട്ടിരിക്കുന്ന അമ്മ, അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. രൂപധ്യാനത്തിന് അങ്ങനെ എടുക്കാം. എന്നാൽ രണ്ടാമത്തത് ശരീരത്തെ വാഹനമാക്കി അതിലിരിക്കുന്നവൾ. അപ്പോൾ ആരാ? ചൈതന്യം, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ് പിണ്ഡജ പ്രവരാരൂഢ എന്ന് വിളിക്കപ്പെടുന്നത്. ആ പുലിയെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടതകളെ നശിപ്പിക്കുന്ന ശക്തിയായിട്ട് കാണാം. അപ്പൊ അമ്മയുടെ ആ അനുഗ്രഹത്തെ ആ പുലിയായി സങ്കല്പിക്കാം രൂപധ്യാനം നടത്തുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ശ്രേഷ്ഠനായ പുലിയുടെ പുറത്തിരിക്കുന്നവൾ എന്നും ശരീരത്തിൽ ഇരിക്കുന്നവൾ എന്നും രണ്ടർത്ഥത്തിൽ പിണ്ഡജ പ്രവരാരൂഢ എന്ന് വിളിച്ചിരിക്കുന്നു. ചണ്ഡകോപാസ്ത്ര കൈര്യുത, ചണ്ഡകോപം എന്ന് പറഞ്ഞാൽ അതിയായ കോപം. ഒരാൾക്കും സങ്കല്പിക്കാനും പറ്റില്ല, തടുക്കാനും പറ്റില്ല. അത്രയും തീവ്രമായ കോപത്തെ ഒരുപാട് അസ്ത്രങ്ങളായിട്ട് ധരിച്ചവൾ. അമ്മയുടെ അസ്ത്രങ്ങൾ അമ്മയുടെ കോപമാണ്. അതായത് സത്സങ്കല്പയാണ് അമ്മ. സങ്കല്പിക്കുന്ന മാത്രയിൽ തന്നെ അത് സത്യമാകും. അപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല, കർമ്മം ചെയ്യേണ്ട ആവശ്യം പോലും അമ്മയ്ക്കില്ല, സങ്കല്പിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് അമ്മയുടെ ക്രോധം, ദുഷ്ടന്മാർക്ക് നേരെയാണല്ലോ ക്രോധമുണ്ടാവുക, അധർമ്മത്തിന് നേരെയാണ് ക്രോധമുണ്ടാകുക.
ആ ക്രോധം ഉണ്ടായ മാത്രയിൽ തന്നെ ദുഷ്ടന്മാരില്ലാതെയാകും. അതുകൊണ്ട് ക്രോധം തന്നെയാണ് അമ്മയ്ക്ക് ആയുധം. അപ്പൊ അമ്മയുടെ എല്ലാ ആയുധങ്ങളും ക്രോധം തന്നെയാണ്. എവിടെയെല്ലാം അമ്മയ്ക്ക് ക്രോധം ജനിക്കുന്നുവോ അവിടെ സംഹാരം നടക്കും. ആ ദുഷ്ടന്മാരില്ലാതെയാകും, ആ അധർമ്മം അവസാനിക്കും. അതുകൊണ്ട് ചണ്ഡകോപാസ്ത്ര കൈര്യുത, ആ കോപത്തെ തടുക്കാൻ ആർക്കും പറ്റില്ല, അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പൊ ദുഷ്ടതകൾ, അധർമ്മം ഉള്ളിടത്ത് അമ്മയുടെ ക്രോധം ജനിച്ചാൽ ആ അധർമ്മം ഇല്ലാതെ ആയിരിക്കും. അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു അധർമ്മവും ഈ പ്രപഞ്ചത്തിലില്ല. ധർമ്മം നിലനിൽക്കുന്നത് അമ്മയുടെ ഇച്ഛ കൊണ്ടാണ്. ആ ഭാവത്തിലിരിക്കുന്ന അമ്മയാണെന്ന് കാണിക്കാൻ ചണ്ഡകോപാസ്ത്ര കൈര്യുത എന്നിവിടെ അമ്മയെ വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു ചന്ദ്രഘണ്ടേതി വിശ്രുത. വിശ്രുത പ്രസിദ്ധയായവളാണ്. ഏതു പേരിലാണ് പ്രസിദ്ധയായിരിക്കുന്നത്? ചന്ദ്രഘണ്ട. ഇവിടെ ചന്ദ്ര ശബ്ദത്തിന് സ്വർണം എന്ന അർത്ഥമെടുക്കാം, ഘണ്ട ശബ്ദത്തിന് മണി എന്ന അർത്ഥമെടുക്കാം. അപ്പോ സ്വർണം കൊണ്ട് പണിതിട്ടുള്ള ഒരു മണിയെ ധരിച്ചവൾ ചന്ദ്രഘണ്ട എന്ന ഒരർത്ഥം വന്നു. സ്വർണം കൊണ്ടുള്ള മണി ധരിച്ചു അമ്മ ആഭരണമായി അണിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം. ചന്ദ്ര ശബ്ദത്തിന് ആഹ്ലാദകരം എന്ന അർത്ഥം വരും. നേരത്തെ പറഞ്ഞല്ലോ, ചന്ദ്രന്റെ കിരണങ്ങൾക്ക് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്, മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നത്. അപ്പൊ ആഹ്ലാദകരം എന്ന അർത്ഥത്തിൽ ചന്ദ്ര ശബ്ദത്തെ എടുത്താൽ ആഹ്ലാദകരമായ മണിയെ ധരിച്ചവൾ, അതായത് ആ മണിനാദം ആഹ്ലാദകരമാണ്. അവിടെ ആ മണിനാദത്തെ നമുക്ക് ഓംകാരമായിട്ടെടുക്കാം, അതല്ലെങ്കിൽ അമ്മയുടെ മറ്റു നാമങ്ങളായിട്ടെടുക്കാം. കാരണം അമ്മയുടെ നാമങ്ങൾ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നവയാണ്. ആ സ്മരണ തന്നെ നമുക്ക് ആഹ്ലാദത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനത്തെ നാമങ്ങൾ ധരിച്ചവൾ, അങ്ങനത്തെ മന്ത്രങ്ങളെ ധരിച്ചവൾ, സ്തോത്രങ്ങളെ ധരിച്ചവൾ എന്നെല്ലാം അർത്ഥത്തിൽ, അതായത് അത്തരം ശബ്ദങ്ങളായി ലോകത്തിൽ പ്രകടമാകുന്നവൾ എന്നർത്ഥത്തിൽ ചന്ദ്രഘണ്ട എന്ന അമ്മയെ വിളിക്കാം. അപ്പോൾ സാധാരണ അർത്ഥത്തിൽ സ്വർണമയമായ ഒരു മണിയെ ധരിച്ചിരിക്കുന്നവൾ എന്നും, അതല്ലെങ്കിൽ സൂക്ഷ്മമായി നോക്കിയാൽ മന്ത്രങ്ങളായി ലോകത്തിൽ ആവിർഭവിക്കുന്നവൾ എന്നും അർത്ഥം വന്നു. അങ്ങനെ വിശ്രുതയായിരിക്കുന്നവൾ, അങ്ങനെ ലോകത്തിൽ പ്രസിദ്ധയായിരിക്കുന്നവൾ. എല്ലാ മന്ത്രങ്ങളും അമ്മ തന്നെയാണ്. മന്ത്രങ്ങളെയാണ് വിദ്യ എന്ന് വിളിക്കുന്നത്. വിദ്യാസ്വരൂപിണിയാണ് അമ്മ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അമ്മയാണ് ചന്ദ്രഘണ്ട. ആ ചന്ദ്രഘണ്ട ദേവി മഹ്യം പ്രസാദം തനുതേ, എന്നിൽ പ്രസാദിക്കട്ടെ. ലോകത്തെ മുഴുവൻ ആഹ്ലാദിപ്പിക്കുന്ന ശബ്ദത്തെ പുറപ്പെടുവിക്കുന്നവൾ. ഇവിടെ അമ്മയുടെ വാക്ക് തന്നെ ആഹ്ലാദജനകമാണ്. അപ്പൊ നമ്മൾ ഭക്തര് അമ്മയെ വിളിക്കുമ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയത്ത്, ആ വരം നൽകുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ ആഹ്ലാദം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടും ചന്ദ്രഘണ്ട എന്ന അമ്മയെ വിളിക്കാം. ആ ചന്ദ്രഘണ്ട ദേവി എന്നിൽ പ്രസാദിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഘണ്ടേതി വിശ്രുത. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം നവദുർഗാ സ്തോത്രത്തിൽ. അങ്ങനെ 3 ദുർഗാഭാവങ്ങളെ നമ്മൾ ധ്യാനിച്ചു. നാലാമതായിട്ട് കൂഷ്മാണ്ഡ എന്ന ഭാവത്തെയാണ് ധ്യാനിക്കുന്നത്. സുരാസമ്പൂർണ കലശം രുധിരാപ്ലുതമേവ ച ദധാനാ ഹസ്തപദ്മാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തുമേ. ഇവിടെ അമ്മയുടെ 2 കൈകളെയും താമരയോടാണ് ഉപമിച്ചിട്ടുള്ളത്. താമരയുടെ ഇതളുപോലെ കോമളമായ കൈകളുള്ളവൾ എന്നൊരർത്ഥമെടുക്കാം, അല്ലെങ്കിൽ താമരയുടെ നിറത്തിന് പോലെ സദൃശമായ അരുണിമയുള്ള ആ നിറമുള്ള കൈകളോട് കൂടിയവൾ എന്നർത്ഥമെടുക്കാം. അങ്ങനത്തെ 2 കൈകളിൽ അമ്മ രണ്ടിലും കലശം പിടിച്ചിട്ടുണ്ട്. ഒരു കലശത്തിൽ സമ്പൂർണമായി സുര നിറച്ചിരിക്കുകയാണ്, സുരപാനത്തിനുള്ള സുര നിറച്ചിരിക്കുകയാണ്. മറ്റേതിൽ രുധിരം നിറച്ചിരിക്കുകയാണ്. രുധിരം എന്നാൽ രക്തം. ഒരു കൈയിൽ 2 കൈയിലും കലശമുണ്ട്. അത് കോമളമായ കൈകളാണ്, തുടുത്ത കൈകളാണ്. അങ്ങനത്തെ കൈകളിൽ ഒന്നിൽ സുരയെ ധരിച്ചിരിക്കുന്നു, മറ്റേതിൽ രുധിരത്തെ ധരിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഭാവത്തിലാണ് അമ്മ ഇരിക്കുന്നത്. രുധിരം പ്രാണനാണ്. നമ്മുടെ ഉള്ളിൽ രക്തം ഉള്ളതുകൊണ്ട്, അതിങ്ങനെ സംക്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിലനിൽപ്പുള്ളത്. രുധിരം അത് മായയാണ്. സുര മായയാണ്. സുര നമ്മളെ അജ്ഞാനത്തിലേക്ക് നയിക്കുന്നു, നമ്മുടെ സ്വബോധത്തെ കെടുത്തുന്നു. അപ്പോൾ ലോകത്തിൽ മുങ്ങാനുള്ള ഭൗതികമായ വാസനകളിൽ മുങ്ങിക്കഴിക്കാനുള്ള സുര ഒരു കയ്യിലുണ്ട്, മറ്റേ കയ്യിൽ രുധിരമാണുള്ളത്. ആ രുധിരം നമ്മുടെ പ്രാണനെ, നമ്മുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ലക്കുകെട്ട ജീവിതം, അതായത് ഒന്നുമില്ലാതെ നമ്മൾ നാശത്തിലേക്ക് പോകുന്ന ഭാവത്തെയും അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ നൽകുന്നു. കുറേ ആൾക്കാർ സ്വയം നശിച്ചു പോകുന്നത് നമ്മൾ കാണാം. അതാണ് അമ്മയുടെ കയ്യിലുള്ള സുര.
എന്നാൽ മറ്റേ കൈയിലുള്ള രുധിരം അത് അവർക്ക് പ്രാണനെ, ഊർജത്തെ, ബലത്തെ നൽകിക്കൊണ്ട് ആരോഗ്യത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് അവരെ ഉയർത്തുന്നു. ഇങ്ങനെ രണ്ടും ചെയ്യുന്നവളായതുകൊണ്ട് സുരാസമ്പൂർണ്ണ കലശം രുധിരാപ്ലുതമേവച ദധാനാ ഹസ്തപത്മാഭ്യാം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള കൂഷ്മാണ്ഡ. ഇനി ആ വാക്കിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. കൂഷ്മാണ്ഡ, കു എന്നാൽ അല്പം എന്നർത്ഥം വരും. ഉഷ്ണ ശബ്ദത്തിന് താപം എന്നർത്ഥം വരും. അണ്ഡ ശബ്ദത്തിന് ബ്രഹ്മാണ്ഡം എന്നർത്ഥം വരും. അപ്പോൾ അല്പം താപത്താൽ ബ്രഹ്മാണ്ഡത്തെ തപിപ്പിക്കുന്നവൾ. ബ്രഹ്മാണ്ഡത്തിൽ ഊർജത്തിന്റെ പ്രവാഹമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ പ്രവർത്തനവും നടക്കുന്നത് ഊർജപ്രവാഹം കൊണ്ടാണ്. ആ ഊർജപ്രവാഹം അമ്മയുടെ ഊർജത്തിന്റെ ഒരു അംശമാണ്, ഒരു അല്പമാണ്. ആ ഒരു അല്പം പ്രവാഹം കൊണ്ടാണ് ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ നടക്കുന്നത്, നിലനിൽക്കുന്നത്. കാരണം മഹാശക്തിയാണ്, പരാശക്തിയാണ് അമ്മ. ആ പരാശക്തിയെയാണ് നമ്മൾ ദുർഗ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആ അമ്മയ്ക്കുള്ള പേരാണ് കൂഷ്മാണ്ഡ. ഒരു അല്പം, അമ്മയുടെ ഊർജത്തിന്റെ ഒരു അല്പം കൊണ്ട് ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നവൾ എന്നുള്ളത് കൊണ്ടും ആ ബ്രഹ്മാണ്ഡത്തെ തപിപ്പിക്കുന്നവൾ എന്നർത്ഥമുള്ളത് കൊണ്ടും കൂഷ്മാണ്ഡ. ഇനി അതിന് മറ്റൊരർത്ഥം കൂടി കൊടുക്കാം. കു എന്ന ശബ്ദത്തിന് പാപം എന്നർത്ഥം എടുക്കാം. ഉഷ്ണ ശബ്ദത്തിന് ക്രോധം എന്നർത്ഥം എടുക്കാം. അണ്ഡ ശബ്ദത്തിന് ബ്രഹ്മാണ്ഡം എന്നർത്ഥം എടുക്കാം. അപ്പൊ പാപത്തിനെതിരെ ക്രോധിക്കുന്ന പ്രപഞ്ചശക്തി. ബ്രഹ്മാണ്ഡത്തിൽ എവിടെയെല്ലാം പാപമുണ്ടാകുന്നുവോ അതിന് നേരെ തന്റെ ക്രോധത്തെ പ്രകടമാക്കുന്നവൾ. നേരത്തെ ഒരു ഭാവത്തിൽ പറഞ്ഞു, ക്രോധം തന്നെയാണ് അമ്മയ്ക്ക് അസ്ത്രം. അമ്മയുടെ ക്രോധം ഉണ്ടായാൽ അത് ഏത് പാപമാണോ, ഏത് അധർമ്മമാണോ അത് ഇല്ലാതെയാകും. അപ്പൊ പ്രപഞ്ചത്തിൽ പാപത്തെ ഇല്ലാതെയാക്കുന്നവൾ എന്ന അർത്ഥത്തിൽ കൂഷ്മാണ്ഡ എന്ന അമ്മയെ വിളിക്കാം. ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള പാപങ്ങളെ, അധർമ്മങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ട് ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് അതിനു വേണ്ടുന്ന ഊർജത്തെ, ഒരു അല്പം, തൻ്റെ ഊർജത്തിന്റെ ഒരു അല്പം കൊണ്ട് അതിന് വേണ്ടുന്ന ഊർജത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അതിനെ പ്രവർത്തിപ്പിച്ചു നിൽക്കുന്ന പരാശക്തിയാണ് കൂഷ്മാണ്ഡ. ആ കൂഷ്മാണ്ഡ ദേവി ശുഭദാസ്തുമേ, എനിക്ക് ശുഭത്തെ നൽകുന്നവളായി ഭവിക്കട്ടെ. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് കൈയിൽ രണ്ട് സാധനമുണ്ടെന്ന് പറഞ്ഞത്. സുരയുമുണ്ട്, അതായത് അജ്ഞാനത്തിൽ മുങ്ങി ലോകത്തിൽ ഇങ്ങനെ കിടന്ന് സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കാനുള്ളതും അമ്മ തന്നെയാണ് നൽകുന്നത്. എന്നാൽ ആരോഗ്യത്തെ നൽകി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ബോധത്തെ തിരിച്ച് ആ പരമമായ ഇത് നൽകുന്ന രുധിരത്തെ, ആ ബോധത്തെ നൽകുന്ന രുധിരവും കയ്യിലുണ്ട്. അപ്പൊ രണ്ടുമുള്ളത് കൊണ്ട് ശുഭദാസ്തുമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ശുഭമായത് എനിക്ക് നൽകിയാലും, ആരോഗ്യത്തെ എനിക്ക് നൽകിയാലും, ദൃഢഗാത്രനാക്കി എന്നെ മാറ്റിയാലും, സാധന ചെയ്യാനുള്ള ബലവും താല്പര്യവും ഊർജവും എനിക്ക് നൽകിയാലും എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദാസ്തുമേ കൂഷ്മാണ്ഡ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ആ കൂഷ്മാണ്ഡ ഭഗവതി എനിക്ക് ശുഭത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. അങ്ങനെ 4 ദുർഗാഭാവങ്ങളെ നമ്മൾ ധ്യാനിച്ചു. ഇനി 5ാമത്തെ ഭാവമാണ് സ്കന്ദമാത. സിംഹാസനഗത നിത്യം പത്മാശ്രിതകരദ്വയ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാത യശസ്വിനി. സിംഹാസനഗത, സിംഹത്തിൽ ഇരിക്കുന്നവളാണ്, അങ്ങനെ ഇരുന്നു കൊണ്ട് ചരിക്കുന്നവളാണ്. അപ്പൊ സിംഹത്തെ വാഹനമാക്കിയവൾ എന്നർത്ഥത്തിൽ സിംഹാസനഗത. ഇവിടെ നിത്യം എന്ന ശബ്ദം ഇതിനോട് ചേർത്ത് വായിച്ചാൽ അമ്മ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സിംഹത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധനാശക്തിയെ നമുക്ക് സിംഹമായി സങ്കല്പിക്കാം. അപ്പോൾ ആ സാധനാശക്തിയിലൂടെ അമ്മ പ്രപഞ്ചത്തിൽ മുഴുവൻ ചരിക്കുന്നു. എവിടെയെല്ലാം അധർമ്മം ഉണ്ടാകുന്നുണ്ടോ അതിനെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് സാധനാശക്തിയിലൂടെയാണ് അമ്മ ചരിക്കുന്നത്. അതായത് അമ്മയുടെ പ്രസാദം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള പുറത്തുള്ള ദോഷങ്ങളെയെല്ലാം അതിജീവിച്ച് ശ്രേഷ്ഠത കൈവരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധന അനുഷ്ഠിക്കണം. ആ സാധനയിലൂടെയാണ് അമ്മ ആവിർഭവിക്കുന്നത്. ആ സാധനയിലൂടെയാണ് അമ്മ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അമ്മയുടെ വരപ്രസാദം നമുക്ക് ലഭിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ സിംഹാസനഗത നിത്യം എന്ന് പറഞ്ഞു. സദാ അമ്മ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ശ്രേഷ്ഠതയെയും അത് സൂചിപ്പിക്കുന്നു. കാരണം സിംഹത്തെ പോലെ അതിശ്രേഷ്ഠമായ ഒരു ജീവിയുടെ പുറത്ത് കയറിയിരിക്കണമെങ്കിൽ അത്രയും വൈഭവമുള്ളവളാണെന്ന ഭാവവും അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ദേവി മഹാത്മ്യം പറയുന്ന സമയത്ത് ഹിമവാനാണ് അമ്മയ്ക്ക് സിംഹം കൊടുത്തതെന്ന് പറയും. ദുർഗാ ഭഗവതിക്ക് സിംഹത്തെ ഹിമവാൻ കൊടുത്തു എന്ന് പറയും. അപ്പോൾ ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആ സിംഹത്തെ ആസനമാക്കി സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവൾ സിംഹാസനഗതാ നിത്യം. ഇനി പത്മാശ്രിത കരദ്വയ എന്നതിനോട് നിത്യം ചേർത്ത് വായിച്ചാൽ 2 കൈകളുണ്ട്, രണ്ടിലും സദാ പത്മത്തെ, താമരയെ പിടിച്ചിരിക്കുന്നവർ. സദാ അമ്മയുടെ കയ്യിൽ 2 കൈയിലും താമരയുണ്ടാവും. താമര ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്.
അതായത് ലോകത്തിൽ ഒട്ടലില്ലാതെ അവനവനെ അനുഭവിച്ചിട്ടിരിക്കുന്ന ആത്മരതിയെയാണ് താമര സൂചിപ്പിക്കുന്നത്. അവനവനിൽ ആനന്ദിക്കുക, ലോകത്തിലുള്ള വസ്തുക്കളുടെ പിന്നിൽ പോകാതെ അവനവനിൽ സ്ഥിതമായിരിക്കുന്ന ഭാവത്തെയാണ് താമര സൂചിപ്പിച്ചിരിക്കുന്നത്. ആ 2 താമര അമ്മ കയ്യിൽ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തന്നിൽ തന്നെയാണ് അമ്മ രമിക്കുന്നത് എന്നൊരു അർത്ഥം അവിടെ വരും. അതായത് ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ്. താൻ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു, അതൊരു താമര. തന്നെ ആശ്രയിക്കുന്നവർക്കും ആത്മാനന്ദത്തെ പ്രദാനം ചെയ്യും, അത് മറ്റു താമര. അപ്പൊ ഇങ്ങനെ 2 ഭാവത്തിൽ ആത്മാനന്ദത്തെ അനുഭവിക്കുകയും പ്രദാനം ചെയ്യുന്നവളും എന്ന അർത്ഥത്തിൽ 2 കൈയിലും താമരയെ ധരിച്ചിരിക്കുന്നു. ഇനി 2 താമരകളിൽ ഒന്നിനെ ആത്മാവായും ഒന്നിനെ പ്രപഞ്ചമായും നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയും അമ്മ, ആത്മാനന്ദാനുഭൂതിയായി അതിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവളും അമ്മ. അപ്പൊ 2 ഭാവത്തെയും ധരിച്ചിരിക്കുന്നവൾ ആയതുകൊണ്ട് 2 കൈയിലും താമരയെ പിടിച്ചിരിക്കുന്നു, സദാ താമരയെ പിടിച്ചിരിക്കുന്നു. സിംഹത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവളാണ്. യശസ്വിനിയാണ്, നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണ്. അമ്മയുടെ യശസ്സാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. ആ യശസ്സിനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാം അമ്മയെ നമ്മൾ സ്മരിക്കണം. അങ്ങനെ അമ്മയെ സ്മരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മനസ്സ് സദാ അമ്മയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒഴുക്കുണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സാധന. നിത്യസ്മരണയുണ്ടായാൽ ഉറപ്പായും അമ്മയുടെ അനുഭൂതി ഉണ്ടാകും, അതായത് ആനന്ദാനുഭൂതി സിദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് യശസ്വിനിയാണെന്ന് അമ്മയെ വീണ്ടും ഇവിടെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ യശസ്വിനിയായിരിക്കുന്ന സ്കന്ദമാത, ആ ദേവി സദാ ശുഭദാസ്തു, എനിക്ക് ശുഭത്തെ പ്രദാനം ചെയ്യുന്നവളാകട്ടെ. ഇവിടെ വീണ്ടും നമ്മൾ 2 കൈയിലെ പത്മത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഒന്ന് ഭൗതികമായ ശ്രേഷ്ഠതയും മറ്റേത് ആത്മീയമായ ശ്രേഷ്ഠതയുമാണെന്ന് സങ്കല്പിച്ചാൽ ശുഭദാസ്തു എന്ന് പറയുന്നത് കൊണ്ട് ലൗകികമായ ശ്രേഷ്ഠത, ഭുക്തിയും നമുക്ക് വേണം. ഇതിനതീതമായ അനുഭൂതി, യുക്തി, അതായത് യോഗം എന്ന അവസ്ഥയും മുക്തിയും നമുക്ക് വേണം. അപ്പൊ ഭുക്തിയും മുക്തിയും നമുക്ക് പ്രദാനം ചെയ്താലും എന്ന പ്രാർത്ഥന ഇവിടെ ശുഭദാസ്തു സദാദേവി എന്ന പദത്തിലുണ്ട്. പ്രകാശിക്കുന്നവളാണ്, അകത്ത് പ്രകാശിക്കുന്നവളാണ്, പുറത്തും പ്രകാശിക്കുന്നവളാണ്. കാരണം സൂര്യന്റെയും ചന്ദ്രന്റെയും അഗ്നിയുടെയും ഒക്കെ തേജസ് അമ്മയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയെല്ലാം പ്രകാശിക്കുന്നവളായതുകൊണ്ട് ആ അമ്മയെ ദേവി എന്ന് വിളിച്ചിരിക്കുന്നു. ആ അമ്മയുടെ പേര് സ്കന്ദമാത എന്നാണ്. സ്കന്ദനെ പ്രസവിച്ചവൾ എന്ന് ആ വാക്കിനർത്ഥം. സ്കന്ദൻ എന്നാൽ മുരുകൻ, സുബ്രഹ്മണ്യൻ, അങ്ങനെ ഭാവത്തിൽ അമ്മയെ വിളിക്കാം. സ്കന്ദ ശബ്ദത്തിന് ദേഹം എന്നർത്ഥമുണ്ട്. അപ്പൊ ദേഹത്തെ പ്രസവിച്ചവൾ, എല്ലാവർക്കും ദേഹത്തെ കൊടുക്കുന്നവൾ. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ വാസനകൾ തീർക്കണമെങ്കിൽ കർമ്മം ചെയ്യണം. ആ കർമ്മം ചെയ്യാൻ ഏറ്റവും നല്ല ഉപകരണം ശരീരമാണ്, അതും മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരം ലഭിച്ചാൽ അത് മഹാപുണ്യമാണ്. കാരണം അതിലൂടെ മാത്രമേ മുക്തിയെ നമുക്ക് നേടാൻ സാധിക്കൂ. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യ ശരീരത്തെ തന്റെ ഭക്തർക്ക് നൽകി മുക്തിയിലേക്ക് അവരെ അടുപ്പിക്കുന്നവളായതുകൊണ്ട് സ്കന്ദമാത എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അമ്മ എനിക്ക് ശുഭത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ 5ാമത്തെ ദുർഗാഭാവത്തെ ഇവിടെ ധ്യാനിച്ചിരിക്കുന്നു. അടുത്തതായി 6ാമത്തെ ദുർഗാഭാവമാണ്, കാത്യായനി എന്ന ഭാവമാണ്. ഇവിടെ പറയുന്നു, ചന്ദ്രഹാസോജ്വലകര ശാർദൂലവരവാഹന കാത്യായനി ശുഭം ദദ്യാ ദേവി ദാനവഘാതിനി. ചന്ദ്രഹാസോജ്വലകര, ഉജ്ജ്വലമായ ചന്ദ്രഹാസത്തെ കരത്തിൽ ധരിച്ചിരിക്കുന്നവൻ. ചന്ദ്രഹാസം വാളാണ്. അപ്പൊ ഉജ്ജ്വലമായ ചന്ദ്രഹാസത്തെ കരത്തിൽ ധരിച്ചിരിക്കുന്നവൾ എന്നൊരർത്ഥം. ഉജ്ജ്വലമായ കരത്തിൽ ചന്ദ്രഹാസത്തെ ധരിച്ചിരിക്കുന്നവൾ എന്ന് മറ്റൊരർത്ഥം. അതായത് അമ്മയുടെ കരത്തിന്റെ ബലം ചന്ദ്രഹാസത്തെക്കാൾ കേമമാണ്. അമ്മയ്ക്ക് ആയുധമൊന്നും ആവശ്യമില്ല. എന്നിരുന്നാലും പേരിനൊരു ആയുധം ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉജ്ജ്വലമായ കരത്തിൽ ചന്ദ്രഹാസം ധരിച്ചിരിക്കുന്നവൾ. അതല്ലെങ്കിൽ ചന്ദ്രഹാസം തന്നെ വളരെ ഉജ്ജ്വലമായ ആയുധമാണ്. അപ്പോൾ ആ ആയുധത്തെ ധരിച്ചിരിക്കുന്നവൾ എന്നർത്ഥത്തിൽ ആ വാളിനെ ധരിച്ചിരിക്കുന്നവൾ എന്നുള്ളത് കൊണ്ട് ചന്ദ്രഹാസോജ്വലകര എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഇനി ചന്ദ്രഹാസത്തെ പ്രദാനം ചെയ്യുന്നവൾ, ഉജ്ജ്വലമായ ചന്ദ്രഹാസത്തെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥവും ഇവിടെ വരും. അതായത് ഭക്തർക്ക് പ്രതിസന്ധി വരുന്ന സമയത്ത് അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ആയുധമായിട്ട് ചന്ദ്രഹാസത്തെ, അത് നമുക്ക് അകത്തുള്ള വീര്യമാവാം, ബുദ്ധിയാവാം, എന്ത് വേണമെങ്കിലും അതാവാം. സന്ദർഭത്തിനനുസരിച്ച് അതത് സന്ദർഭത്തിൽ ഏതേത് വസ്തുക്കളാണോ നമുക്ക് ആവശ്യം അതിനെ പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് ചന്ദ്രഹാസോജ്വലകര എന്നിവിടെ പറയാം. ഹാസം എന്ന ശബ്ദത്തിന് ചിരി എന്നർത്ഥമുണ്ട്. അപ്പോൾ ചന്ദ്രൻ എന്ന ശബ്ദത്തിന് ആഹ്ലാദകരം എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ആഹ്ലാദകരമായ ചിരിയോടൊത്തവൾ, അങ്ങനത്തെ ചിരിയെ, ഉജ്ജ്വലമായ ചിരിയെ
രചിക്കുന്നവൾ എന്നർത്ഥത്തിൽ ചന്ദ്രഹാസോജ്വലകര എന്ന് പറയും. അപ്പൊ അമ്മയുടെ ചിരി, അമ്മ ചിരിക്കുന്നത് ഭക്തരെ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനത്തെ ചിരിയോടുകൂടി, അപ്പൊ അമ്മയുടെ രൂപം ധ്യാനിക്കുമ്പോൾ തന്നെ ആ ചിരിയെ വിശേഷമായി ധ്യാനിക്കാം. അങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഹ്ലാദം വർദ്ധിക്കും, അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ചന്ദ്രഹാസോജ്വലകര എന്ന് വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ശാർദൂല വരവാഹന. വര എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, ശാർദൂലം എന്ന് പറഞ്ഞാൽ സിംഹം എന്ന അർത്ഥവുമുണ്ട്, പുലി എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ശ്രേഷ്ഠനായ സിംഹത്തെ വാഹനമാക്കിയവൻ, അതല്ലെങ്കിൽ ശ്രേഷ്ഠമായ പുലിയെ വാഹനമാക്കിയവൻ, ഇങ്ങനെ രണ്ടർത്ഥവും പറയാം. അപ്പോൾ ഒന്നെങ്കിൽ പുലിപ്പുറത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സിംഹത്തിന്റെ പുറത്തിരിക്കുകയാണ്. ഇനി വര ശബ്ദത്തിന് വരം എന്ന അർത്ഥം തന്നെ എടുത്താൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് വരമായി നൽകുന്ന വരദായകയാണല്ലോ അമ്മ. അപ്പോൾ വരമാകുന്ന ശാർദൂലത്തെ വാഹനമാക്കിയവൻ, അമ്മയെ നമ്മൾ അറിയുന്നത് അമ്മ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് വാഹനങ്ങൾ. അപ്പൊ ഇവിടെ അമ്മയുടെ വരം തന്നെയാണ് ശാർദൂലം. അപ്പൊ ശാർദൂലം എന്ന് നമുക്ക് പുലി എടുത്താൽ അമ്മയുടെ വരമാകുന്ന പുലിയെ വാഹനമാക്കിയവൾ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നമ്മൾ അറിയും. പല സന്ദർഭത്തിലും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ഘട്ടങ്ങളിൽ നമുക്ക് അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നത് അറിയും. അങ്ങനെ അറിയുന്ന സമയത്താണ് എത്ര കൃപയോടുകൂടി അമ്മ എന്നെ രക്ഷിച്ചു എന്ന് ഭക്തർ ഓർക്കും. അങ്ങനെ ഓർക്കുന്നത് ആ അമ്മയുടെ സാന്നിധ്യം നമ്മൾ അറിയുന്നതിന് തുല്യമാണ്. കാരണം പലപ്പോഴും ജീവിതത്തിന്റെ ഒഴുക്കിൽ പല ആഗ്രഹങ്ങളുടെയും പിന്നാലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന സമയത്ത് നമ്മൾ അമ്മയെ മറക്കും. പക്ഷെ ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ ആ വരം നമ്മൾ അനുഭവിക്കുമ്പോൾ, ആ അനുഗ്രഹം നമ്മൾ അനുഭവിക്കുമ്പോൾ അമ്മയെ ഓർക്കും. അപ്പൊ അതുകൊണ്ട് അമ്മയെ അറിയും. അപ്പൊ അങ്ങനെ വരത്തെ വാഹനമാക്കി ഭക്തരുടെ അടുത്തേക്ക് ചെല്ലുന്നവളായതുകൊണ്ട് ശാർദൂല വരവാഹന എന്ന അമ്മയെ വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു കാത്യായനി. ശുഭം ദദ്യാ ദേവി ദാനവ ഘാതിനി. ദാനവന്മാരെ വധിക്കുന്നവളാണ് ദാനവഘാതിനി. ദാനവന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാര്, ദേവന്മാരുടെ ശത്രുക്കള്. ഈ പ്രപഞ്ചത്തിൽ ദുഷ്ടതകൾ എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം ദാനവ ശബ്ദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ദുഷ്ടതകളെ ഇല്ലാതെയാക്കുന്നവളായതുകൊണ്ട് ദാനവഘാതിനി. അങ്ങനെയുള്ള ദാനവഘാതിനി കാത്യായനിയാണ്. കാത്യായന ഋഷിയുടെ കുടീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൾ എന്നാണ് ആ വാക്കിനർത്ഥം. അതായത് ദുർഗാഭാവത്തെ മഹിഷാസുരമർദ്ദന സമയത്ത് അമ്മ പ്രകടമായത് കാത്യായന ഋഷിയുടെ കുടീരത്തിൽ, ആ ആശ്രമത്തിൽ വെച്ചിട്ടാണ് എല്ലാ ദേവന്മാരുടെയും ശക്തി ഒന്നിച്ചിട്ട് ആവിർഭവിച്ചത് എന്നൊരു കഥയുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയെ കാത്യായനി എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഭാവത്തിലിരിക്കുന്ന കാത്യായനി ശുഭം ദദ്യാ ദേവി, ദാനവന്മാരെ ഇല്ലാതെയാക്കുന്ന ആ ദേവി എനിക്ക് ശുഭത്തെ പ്രദാനം ചെയ്താലും. ഇവിടെ ചന്ദ്രഹാസോജ്വലകര എന്ന ശബ്ദം കൊണ്ട് തൻ്റെ ഹാസത്തിലൂടെ ഭക്തരെ ആഹ്ലാദിപ്പിക്കുന്നവൾ എന്ന ധ്വനി വന്നു. ശാർദൂലവര വാഹന എന്നുള്ളത് കൊണ്ട് വരത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥവും വന്നു. അപ്പോൾ വരത്തെ, നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ, ആ വരങ്ങളെ നമുക്ക് പ്രദാനം ചെയ്ത് ആഹ്ലാദത്തെ ജനിപ്പിക്കുക എന്ന പ്രാർത്ഥനയാണ് ശുഭം ദദ്യാത് എന്ന പദത്തിലുള്ളത്. അല്ലയോ പ്രകാശസ്വരൂപിണിയായ ദേവി, എനിക്ക് ശുഭത്തെ നൽകിയാലും എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുക, ആഹ്ലാദത്തെ ജനിപ്പിച്ചു കൊണ്ടിരിക്കുക, ശ്രേഷ്ഠമായ ജീവിതം എനിക്ക് പ്രദാനം ചെയ്യുക എന്നിവിടെ അർത്ഥം വരുന്നു. അങ്ങനെ 6 ദുർഗാഭാവങ്ങളെ നമ്മൾ ധ്യാനിച്ചു. ഇനി 7ാമത്തെ ഭാവം കാലരാത്രി ഭാവമാണ്. കാലരാത്രി ഭാവം ശ്ലോകം നമുക്ക് നോക്കാം. ഏകവേണി ജപാകർണപൂര നഗ്ന ഖരാസ്ഥിത ലംബോഷ്ടി കർണികാകർണി തൈലാഭ്യക്ത ശരീരിണി വാമപാദോല്ലസല്ലോഹ ലതാകണ്ഠകഭൂഷണ വർദ്ധൻ മൂർധധ്വജ കൃഷ്ണ കാലരാത്രി ഭയങ്കരി. ഏകവേണി, ഒറ്റ മുടിക്കെട്ടുള്ളവൻ, അതായത് മുടിയെ ഒറ്റ കെട്ടിൽ ഒതുക്കിയിരിക്കുകയാണ്, അതാണ് ഏകവേണി. അങ്ങനത്തെ ഭാവത്തിലാണ്. അപ്പൊ അമ്മയുടെ രൂപധ്യാനം നമ്മൾ നടത്തുകയാണ്. അപ്പൊ മുടി ഒറ്റ കെട്ടിലാണ് അമ്മ കെട്ടിയിരിക്കുന്നത്. ജപാകർണപൂര, ചെവിയിൽ ജപാ പുഷ്പം, അതായത് ചെമ്പരത്തിയുടെ പൂവ് ചെവിയിൽ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മുടി ഒറ്റക്കെട്ടായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ചെവിയിൽ ചെമ്പരത്തി പൂ ധരിച്ചിരിക്കുന്ന ഭാവമാണ്. ഖരാസ്ഥിത, കഴുതയുടെ പുറത്താണ്. ഖര എന്ന് പറഞ്ഞാൽ കഴുത, കഴുതയുടെ പുറത്താണ് അമ്മ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മയുടെ രൂപം മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരണം. കാലരാത്രി ഭാവമാണ്, ഭയാനകമായ ഭാവമാണ്. അപ്പൊ ഏകവേണിയാണ്, ജപാകർണ പൂരയാണ്, ഖരത്തിന്റെ കഴുതയുടെ പുറത്തിരിക്കുന്നവളാണ്, നഗ്നയാണ്, വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ സർവവ്യാപിയാണ്.
എല്ലായിടത്തും വ്യാപിച്ച് അതിനതീതമായി നിൽക്കുന്നവളെ എന്താണ് ആവരണം ചെയ്യാൻ സാധിക്കുക? ഒന്നിനും സാധിക്കില്ല. പ്രപഞ്ചത്തെ മുഴുവൻ അതിക്രമിച്ച് നിൽക്കുന്നവളെ പ്രപഞ്ചത്തിലുള്ള എന്തെങ്കിലും വസ്തുവിന് ആവരണം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അമ്മ നഗ്നയാണ്. അതായത് സ്വയം പ്രകാശ വസ്തുവാണ്. ആ വസ്തുവിനെ മറയ്ക്കാൻ ഒന്നിനും സാധിക്കില്ല. നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് അത് മറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ധരിക്കുന്നത്. എന്നാൽ അത് സദാ ശുദ്ധമായി തൻ്റെ ഭാവത്തിൽ തന്നെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ നഗ്ന. അങ്ങനെ കഴുതയുടെ പുറത്തിരിക്കുന്നവളാണ്. ഇവിടെ കഴുത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെയും എടുക്കാം. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കും. അങ്ങനെ ചെയ്യിപ്പിക്കുന്നതും വാസ്തവത്തിൽ അമ്മ തന്നെയാണ്. ദുഷ്ടന്മാര് പലപ്പോഴും അഹങ്കാരം കൊണ്ട് അബദ്ധങ്ങൾ ചെയ്ത് സ്വനാശം വരുത്തുന്നത് നമ്മൾ പുരാണങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ ആ അഹങ്കാരത്തെ വാഹനമാക്കി അവരെ കൊണ്ട് പ്രവൃത്തി ചെയ്ത് ധർമ്മത്തെ നിലനിർത്തുന്നവളായതുകൊണ്ട് ഖരത്തിന്റെ പുറത്തിരിക്കുന്നവളാണ് അമ്മ എന്ന ഒരു അർത്ഥം അവിടെ വന്നു. ലംബോഷ്ടിയാണ്, നീളമുള്ള ചുണ്ടുകൾ ഉള്ളവളാണ്. ഓഷ്ടം എന്നാൽ ചുണ്ടാണ്. അപ്പൊ നീളമുള്ള ചുണ്ടുകൾ ഉള്ളവൾ ലംബോഷ്ടി. കർണികാ കർണി, ചെവിയിൽ കുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ട്. അമ്മ ചെവിയിൽ ആഭരണമായി കുണ്ടലങ്ങൾ, സ്വർണ്ണ കുണ്ടലങ്ങളാവാം, അതെടുത്തു പറയുന്നില്ല, എന്തായാലും കുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ട്. തൈലാഭ്യക്ത ശരീരിണി, ദേഹത്ത് മുഴുവൻ തൈലം, എണ്ണ പുരട്ടിയിട്ടുണ്ട്. എണ്ണ പുരട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയെ ഗ്രഹിക്കാൻ പറ്റില്ല എന്ന ഒരു ധ്വനി അവിടെ വന്നു. കാരണം എണ്ണ പുരട്ടിയ ദേഹം നമുക്ക് പിടിക്കാൻ പറ്റില്ല, വഴുതിപ്പോകും. അപ്പൊ അമ്മയെ ഗ്രഹിക്കാൻ എളുപ്പമല്ല എന്ന് സൂചിപ്പിക്കാൻ, അഗ്രാഹ്യയാണ് അമ്മ എന്ന് സൂചിപ്പിക്കാൻ തൈലാഭ്യക്ത ശരീരിണി. ഇത് രൂപധ്യാനവുമാണ്. അപ്പൊ ധ്യാനിക്കുന്ന സമയത്ത് മനസ്സിൽ ഈ രൂപത്തെയും കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മുടിക്കെട്ട് ഒന്നായി കെട്ടിയിരിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്ന, ചെമ്പരത്തിപ്പൂ ധരിച്ചിട്ടുള്ള, കഴുതയുടെ പുറത്തിരിക്കുന്ന, നഗ്നയായിരിക്കുന്ന, നീണ്ട ചുണ്ടുകളുള്ള, കുണ്ടലങ്ങൾ ധരിച്ചിട്ടുള്ള, എണ്ണ പുരട്ടിയിട്ടുള്ള ദേഹത്തോടു കൂടിയിരിക്കുന്നവൾ എന്ന ഭാവത്തിൽ നമ്മൾ ഇങ്ങനെ ധ്യാനിക്കണം. അത് കഴിഞ്ഞു പറയുന്നു വാമപാദോല്ലസൽ ലോഹലതാ കണ്ഠക ഭൂഷണ. അതായത് ഇടത്തെ കാലിൽ, വാമപാദത്തിൽ ലോഹം കൊണ്ടുള്ള ലത പോലെയുള്ള, വള്ളികൾ പോലെയുള്ള, ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, പക്ഷെ വള്ളികൾ പോലെയുള്ള ഒരു ആഭരണം. ആ ആഭരണത്തില് മുള്ളുകളുണ്ട്. അപ്പൊ പുറത്തേക്ക് ഇങ്ങനെ മുള്ളുകൾ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെയുള്ള ആഭരണത്തെ അണിഞ്ഞവൾ, വലതേ കാലിൽ അങ്ങനത്തെയുള്ള ആഭരണം ധരിച്ചവൾ എന്ന അർത്ഥത്തിൽ വാമപാദോല്ലസൽ ലോഹലതാ കണ്ഠക ഭൂഷണ എന്ന് അമ്മയെ വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞു പറയുന്നു വർദ്ധൻ മൂർധധ്വജ, വലിയ ആഭരണം, വർദ്ധിക്കുന്ന ആഭരണം, വളരെ വലിയ ആഭരണം മൂർധാവിൽ ധരിച്ചിരിക്കുന്നവൾ. അമ്മയുടെ ശിരസിൽ അങ്ങനെ ഒരു ആഭരണത്തെ സങ്കല്പിക്കണം. കൃഷ്ണ, കറുത്തവളാണ്. അവ്യക്തതയെയാണ് കറുപ്പ് സൂചിപ്പിക്കുന്നത്. നേരത്തെ രാത്രിയുടെ കാര്യം പറഞ്ഞു, അതേപോലെ അവ്യക്തമാണ്. കൃഷ്ണ എന്ന ശബ്ദത്തിന് ആകർഷിക്കുന്നവൾ എന്ന അർത്ഥവുമുണ്ട്. എല്ലാവരെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ദേവിയാണ്. കാലസ്വരൂപിണിയാണെന്ന അർത്ഥവും അവിടെ വന്നു. കാരണം കാലമാണ് എല്ലാവരെയും ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്നത് കാലമാണ്. അതുകൊണ്ട് കൃഷ്ണ ഭയങ്കരിയാണ്, ഭയത്തെ ജനിപ്പിക്കുന്നവളാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടാകുമോ എന്ന ഭയം സദാ നമ്മെ അലട്ടുന്നു. അപ്പോൾ ആഗ്രഹത്തെ ജനിപ്പിക്കുന്നതും അമ്മയാണ്, അതിലൂടെ ഭയത്തെ ഉണ്ടാക്കുന്നതും അമ്മയാണ്. അതുകൊണ്ട് ഭയങ്കരി. അമ്മയുടെ ഭാവം ഈ പ്രപഞ്ചത്തിൽ വളരെ സൗമ്യമായ ഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല പ്രപഞ്ചത്തിലുള്ളത്, ഘോരമായ ഭാവങ്ങളുമുണ്ട്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭാവങ്ങളുണ്ട്. ഇപ്പൊ ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശന സമയത്ത് യോദ്ധാക്കള് ഭഗവാന്റെ വായയുടെ അകത്തേക്ക് പോകുന്ന വർണ്ണനയുണ്ട്. അവിടെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങി തലയൊക്കെ പൊട്ടിത്തെറിച്ചു എന്ന വർണ്ണനയുണ്ട്. അതിഭീകരമായ ഭാവമാണ്. കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, വിശ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ പൂർണ്ണത അങ്ങനെയാണ്. സൗമ്യം മാത്രമല്ല അവിടെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് പ്രപഞ്ചത്തിൽ സൗമ്യമായതും ഭയാനകമായതും അമ്മയായതുകൊണ്ട് ഭയങ്കരി എന്ന അമ്മയെ വിളിച്ചിരിക്കുന്നു. അതുപോലെ ദുഷ്ടന്മാർക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവളായതുകൊണ്ടും ഭയങ്കരിയാണ്. ഭക്തർക്ക് നേരെ ആരെങ്കിലും ഉപദ്രവം ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ ഭയപ്പെടുത്തുന്നവൾ. അവർക്ക് ഭയം ഉണ്ടാകണം, ഭക്തരെ ഉപദ്രവിക്കരുതെന്ന ബോധം അവർക്കുണ്ടാകണം. കാരണം അവർ ഭയക്കുന്നത് അമ്മയെയാണ്. അപ്പൊ അമ്മയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ആപത്തും ഉണ്ടാകില്ല എന്ന് സൂചിപ്പിക്കാനും ഭയങ്കരി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാലരാത്രിയാണ്. കാലരാത്രി എന്നാൽ കറുത്ത രാത്രി എന്നർത്ഥം വരാം. കറുത്ത രാത്രി, ഇരുട്ട് തന്നെ അതിന്റെ പൂർണ്ണതയിലെത്തിയ ഭാവമാണ് കാലരാത്രി. അപ്പൊ അത്രയും അവ്യക്ത സ്വരൂപിയാണ്. അതുകൊണ്ടാണ് കൃഷ്ണ എന്നും വിളിച്ചിട്ടുള്ളത്. കാലശബ്ദത്തിന് സമയം എന്ന അർത്ഥമുണ്ട്.
അപ്പോൾ സമയത്തിന്റെ രാത്രി, അതായത് ലയം, പ്രളയം എന്ന് പറയുന്ന ഭാവത്തോടു കൂടി ഇരിക്കുന്നവൾ, അതുകൊണ്ട് കാലരാത്രി. ഇതാണ് അമ്മയുടെ ഭാവം. ഇവിടെ അമ്മയുടെ പ്രത്യേകത്തിലുള്ള രൂപത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മത്തിന് ശുദ്ധി വരുത്തുന്ന ഭാവമാണ്. അതുകൊണ്ടാണ് ഭയാനകമായ ഭാവം ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം കർമ്മം തീർത്തുകൊണ്ട് നമ്മളെ ശുദ്ധമാക്കുന്ന പ്രക്രിയ അത് വളരെ ഭയാനകമായ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് കാലരാത്രി ഭാവത്തിൽ അമ്മയെ ആരാധിക്കുന്നത്. അപ്പോൾ ദുർഗയുടെ ഏഴാമത്തെ ദുർഗാഭാവമാണ് കാലരാത്രി. ആ ദേവിയെയും നമ്മൾ ഇവിടെ സ്തുതിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് എട്ടാമത്തെ ഭാവം മഹാഗൗരി. ശ്വേതേ വൃഷേ സമാരൂഢ ശ്വേതാംബരധരാ ശുചി മഹാഗൗരി ശുഭം ദദ്യാൻ മഹാദേവ പ്രമോദത. ശ്വേതേ വൃഷേ സമാരൂഢ, വെളുത്ത നിറത്തിലുള്ള കാളപ്പുറത്ത് ഇരിക്കുന്നവൾ. നേരത്തെ കാളയെ ധർമ്മത്തിന്റെ മൂർത്തിയായി പറഞ്ഞു, അതേ അർത്ഥം ഇവിടെയും വരും. ധർമ്മത്തിന്റെ പുറത്തിരിക്കുന്നവളാണ്. ഇനി നമുക്ക് കാളയെ മനസ്സായിട്ടെടുത്താൽ വെളുത്ത കാള എന്ന് പ്രത്യേകം പറയുന്നത് കൊണ്ട് പരിശുദ്ധമായ മനസ്സ് എന്നർത്ഥം അവിടെ വന്നു. പരിശുദ്ധമായ മനസ്സിൽ കയറിയിരിക്കുന്നവൾ, പരിശുദ്ധമായ മനസ്സിൽ അമ്മ സദാ വസിക്കുന്നു. അമ്മയെ, മഹാഗൗരിയെ അകത്തറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കിയാൽ മാത്രം മതി. മനസ്സ് പരിശുദ്ധമായാൽ അമ്മയുടെ സാന്നിധ്യം അവിടെ തെളിയും. കാരണം മനസ്സിന്റെ അശുദ്ധിയാണ് ചൈതന്യത്തെ മറയ്ക്കുന്നത്. ചൈതന്യം സദാ ഉണ്ട്. അത് പുതുതായി എവിടെന്നെങ്കിലും വരുന്നതല്ല, നേടിയെടുക്കാൻ പറ്റുന്ന വസ്തുവല്ല, അത് നിത്യവസ്തുവാണ്. അപ്പോൾ പരിശുദ്ധയായ ആ വസ്തുവ് നമ്മുടെ മനസ്സിന്റെ അശുദ്ധി മറച്ചിരിക്കുന്ന ഭാവത്തിലിരിക്കുമ്പോൾ ആ അശുദ്ധിയെ സാധനയിലൂടെ നീക്കി 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 മനസ്സിനെ ശുദ്ധമാക്കണം, വെളുപ്പിക്കണം. അങ്ങനെ വെളുത്ത മനസ്സിൽ ആ അമ്മ നമുക്ക് സ്വാഭാവികമായിട്ടും ദർശിക്കാൻ സാധിക്കും, ആനന്ദമായിട്ട്. അതുകൊണ്ട് ശ്വേതേ വൃഷേ സമാരൂഢ എന്ന് പറഞ്ഞിരിക്കുന്നു. ശ്വേതാംബരധരാ ശുചി, വെളുത്ത വസ്ത്രത്തെ ധരിച്ചിരിക്കുന്നവളാണ്. വെളുത്ത വസ്ത്രം ആ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ശുചി എന്ന വാക്കും പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ശുചി എന്ന വാക്ക് പ്രകാശത്തെയും സൂചിപ്പിക്കുന്നു. ചൈതന്യമാണ് എല്ലാ പ്രകാശത്തിൻ്റെയും ഉറവിടം. അതുകൊണ്ട് ശുചിയാണ്, പരിശുദ്ധമാണ്. കാരണം ഒരു കലർപ്പും ഇല്ലാത്ത ഭാവമാണ് പരിശുദ്ധി. ഈ പ്രപഞ്ചത്തിൽ പലതുണ്ട് എന്ന തോന്നലാണ് കലർപ്പ്. അപ്പോൾ വൈവിധ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരസ്പരം കലഹിക്കുന്നതായും ഒന്നില്ലാതെയാകുന്നതും വേറൊന്നും ഉണ്ടാകുന്നതായും ഒക്കെ നമ്മൾ കാണുന്നു. എന്നാൽ ആ കലർപ്പ് മുഴുവൻ എടുത്തു മാറ്റിയാൽ ശുദ്ധമായ ബോധം ഒന്ന് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതാണ് സത്ത്, അതാണ് ചിത്ത്, അതാണ് ആനന്ദം. ആ സച്ചിദാനന്ദമായ വസ്തുവായിരിക്കുന്നത് കൊണ്ടാണ് ശ്വേതാംബരധര എന്ന് പറഞ്ഞിരിക്കുന്നത്. അമ്മയെ ആ ഭാവത്തിൽ വേണം നമ്മൾ കാണാൻ. അതുകൊണ്ടാണ് വെളുത്ത വസ്ത്രം അമ്മയെ അണിയിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രകാശപൂർണമായിട്ട്, ഇങ്ങനെ അമ്മ വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അമ്മയുടെ നിറവും വെളുപ്പാണ്. വെളുത്ത കാളയുടെ പുറത്താണ് അമ്മ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അമ്മയിൽ നിന്നും കാന്തി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ശുചി എന്ന് പറഞ്ഞിരിക്കുന്നു. മഹാഗൗരിയാണ്. ഗൗര ശബ്ദത്തിന് വെളുപ്പ് എന്നാണ് അർത്ഥം. അപ്പൊ വെളുത്തവൾ എന്ന് മഹാഗൗരി ശബ്ദത്തിന് അർത്ഥം വന്നു. മഹാദേവ പ്രമോദത, മഹാദേവന് പ്രമോദത്തെ നൽകുന്നവൾ, പരമാനന്ദം മഹാദേവന് നൽകുന്നവൾ. അപ്പോൾ ശിവന്റെ പത്നീഭാവത്തിൽ ഇരിക്കുന്നവൾ ആയതുകൊണ്ട് പാർവതിയിൽ ശിവന് സദാ ആനന്ദം തോന്നുന്നു എന്നൊരു സാമാന്യ അർത്ഥം അവിടെ വന്നു. സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ശിവനും ശക്തിയും ഒന്നാണ്. ശിവൻ ശക്തിയിലും ശക്തി ശിവനിലുമാണ് രമിക്കുന്നത്. കാരണം ഇത് എവിടെ തുടങ്ങുന്നു എവിടെ ഒടുങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉന്മ എന്ന് പറയുന്നതിനെ നമ്മൾ അറിയുന്നത് രണ്ട് ഭാവത്തിലാണ്. ഒന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിലും ഒന്ന് ഒരു മാറ്റവും ഇല്ലാത്ത സനാതനമായ ഭാവത്തിലും. അപ്പൊ രണ്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ശക്തിയാണെന്നും മറ്റേത് ശിവനാണെന്നും നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രകൃതിയാണ്, മറ്റേത് പുരുഷനാണെന്ന് നമ്മൾ പറയും. ഇങ്ങനെ രണ്ടെന്ന ഭാവം നമ്മൾ പറയുമ്പോഴും വാസ്തവത്തിൽ അവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ ഒന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ഒന്നാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാകുന്നത് നമ്മളിൽ തന്നെയാണ്. അപ്പൊ ശിവന് ഏറ്റവും കൂടുതൽ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൾ, മഹാദേവന് പ്രമോദത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ ആത്മാവായിരിക്കുന്നവൾ. അപ്പൊ ആ ഭാവത്തിൽ, അതായത് ശിവനും ശക്തിയും ഒന്നാണെന്ന ധ്വനി വീണ്ടും ഇവിടെ വന്നിരിക്കുന്നു. അമ്മയുടെ മിക്ക ശ്ലോകങ്ങളിലും അത് കാണാം. വേറെ വേറെയായി കാണാൻ പാടില്ല, ഒന്നായി തന്നെ കാണണമെന്ന സൂചന. അപ്പൊ മഹാദേവ പ്രമോദത, അങ്ങനെയുള്ള മഹാഗൗരി ശുഭം ദദ്യാൽ, ആ പാർവതീ ഭാവത്തിൽ ഇരിക്കുന്ന ആ മഹാഗൗരി എനിക്ക് ശുഭത്തെ നൽകിയാലും
ഇവിടെ എല്ലാം വെളുപ്പ് കൊണ്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. വെളുപ്പ് പരിശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ശുഭം നൽകിയാലും എന്ന് പറഞ്ഞാൽ ഈ ധ്യാനത്തിലൂടെ എനിക്ക് പരിശുദ്ധിയെ നൽകിയാലും, എൻ്റെ എല്ലാ കലർപ്പുകളും ഇല്ലാതെയായി ഞാൻ പരിശുദ്ധനാകട്ടെ, അമ്മയെ അറിയാനുള്ള ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി എനിക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇവിടെയുള്ളത്. അങ്ങനെ 8 ദുർഗാഭാവങ്ങളെ നമ്മൾ ധ്യാനിച്ചു. ഇനി 9ാമത്തെ അവസാനത്തെ ദുർഗാഭാവമാണ് സിദ്ധിദാത്രി എന്ന ഭാവമാണ്. ഇവിടെ പറയുന്നു, സിദ്ധഗന്ധർവ യക്ഷാദ്യൈർ അസുരൈർ അമരൈരപി സേവ്യമാന സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. സിദ്ധന്മാര്, ഗന്ധർവന്മാര് തുടങ്ങിയവര്, അസുരന്മാര്, അമരന്മാര് തുടങ്ങിയവരാൽ സദാ സേവ്യമാന, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ സദാ സേവിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ധിദാത്രിയെയാണ്. കാരണം എന്താ? അമ്മ സിദ്ധിദായിനിയാണ്, സിദ്ധിയെ നൽകുന്നവളാണ്. സിദ്ധി എന്ന ശബ്ദത്തിന് സക്സസ് എന്നർത്ഥമുണ്ട്, വിജയം എന്നർത്ഥമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നുവോ അതിലെല്ലാം വിജയത്തെ നൽകുന്നവൾ, സിദ്ധിയെ നൽകുന്നവൾ ആയതുകൊണ്ട് സിദ്ധിദാത്രിയാണ്. വിജയം ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? സിദ്ധി ആഗ്രഹിക്കാത്ത ആരുമില്ല. അപ്പൊ എല്ലാവരും, അതുകൊണ്ടാണ് ഇവിടെ അസുരന്മാരെ അടക്കം പറഞ്ഞത്, എല്ലാവരും അമ്മയെ ഉപാസിക്കുന്നു, അമ്മയെ സേവിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മയെ സേവിച്ചതിലൂടെ സിദ്ധി കിട്ടുമെന്ന ബോധമുള്ളത് കൊണ്ട് സിദ്ധിക്ക് വേണ്ടി സദാ പരിശ്രമിക്കുന്നു. അപ്പോൾ ആരെല്ലാം സിദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുവോ അവരെല്ലാം സേവിക്കുന്നത് സിദ്ധിദാത്രി എന്ന ഭാവത്തിലിരിക്കുന്ന ദുർഗാദേവിയെയാണ് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സിദ്ധന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും അസുരന്മാരും അമരന്മാരും ഒക്കെ പൂജിക്കുന്നു, ഒക്കെ സേവിക്കുന്നു എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. സദാ സിദ്ധിദാ ഭൂയാത്, അങ്ങനെയുള്ള സിദ്ധിദായിനിയായ ആ സിദ്ധിദാത്രി ദേവി എനിക്ക് സിദ്ധിയെ നൽകുന്നവളായി ഭവിക്കട്ടെ. ഇവിടെ സിദ്ധി ശബ്ദത്തിന് വിജയം എന്ന സാമാന്യ അർത്ഥവും എടുക്കാം. സൂക്ഷ്മമായ അർത്ഥാൽ സിദ്ധികളുണ്ട്. വലുതാകാനുള്ള സിദ്ധി, ചെറുതാകാനുള്ള സിദ്ധി, ഇങ്ങനെ പലതരത്തിലുള്ള സിദ്ധികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ സിദ്ധികളെല്ലാം എനിക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന അർത്ഥവും ഇവിടെ വന്നു. കാരണം സാധനയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഉയരുന്ന സമയത്ത് ഇത്തരം സിദ്ധികളൊക്കെ സ്വാഭാവികമായി സംഭവിക്കും. അപ്പൊ സിദ്ധി വേണമെന്ന് പറയുമ്പോൾ സാധനയിൽ വിജയം വേണം എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ സാധനാ ജയത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന് സദാ ഭൂയാത് സിദ്ധിദ എന്ന അർത്ഥത്തിലെടുക്കാം. അതല്ല, ലൗകികമായ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം വിജയം ഉണ്ടാകട്ടെ എന്നും ഇനി സിദ്ധികൾ എനിക്ക് ലഭിക്കട്ടെ എന്ന അർത്ഥത്തിലും സിദ്ധിദാത്രിയെ ഇവിടെ ഉപാസിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതി നവദുർഗാ സ്തോത്രം സമ്പൂർണം, നവദുർഗയുടെ സ്തോത്രം ഇവിടെ പൂർണ്ണമാകുന്നു. ഇങ്ങനെ 9 ദുർഗാഭാവങ്ങളെ നമ്മൾ 9 രാത്രികളിൽ ഉപാസിക്കുന്നു. 9 രാത്രി എന്ന് പറയുമ്പോൾ 9 ദിവസം എന്ന് തന്നെ പൂർണ്ണ അർത്ഥത്തിൽ എടുക്കണം. രാത്രി എന്നത് അവ്യക്തതയെ സൂചിപ്പിക്കുന്നു. അങ്ങനെ 9 ഭാവങ്ങളെ ഉപാസിച്ച് സിദ്ധി വരുത്തിയാൽ നമുക്ക് ദുർഗ എന്ന പരിപൂർണതയെ വ്യക്തമായി അനുഭവിക്കാൻ സാധിക്കും. അതാണ് വിജയദശമി. അങ്ങനെ 10ാം നാൾ നമ്മൾ സിദ്ധിയെ നേടുന്നു, വിജയത്തെ കൈവരിക്കുന്നു. അപ്പൊ ഇങ്ങനെ 9 ഭാവങ്ങളിലൂടെ ദുർഗയിലേക്ക് നമ്മൾ എത്തണം. ആ അകത്തുള്ള ചൈതന്യത്തിലേക്ക് നമ്മൾ എത്തണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ 9 ഭാവങ്ങളെയും നമുക്ക് സൂക്ഷ്മമായി ഒന്ന് നോക്കാം. ആദ്യത്തെ ഭാവം ശൈലപുത്രിയാണ്. അത് ആത്മജിജ്ഞാസയെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആത്മജിജ്ഞാസയാണ്. ആത്മാവിനെ അറിയണം, ഈശ്വരിയെ അറിയണം എന്ന ബോധമുണ്ടാകണം. അങ്ങനെ ഒരു വാഞ്ഛയുണ്ടായാലേ സാധന ആരംഭിക്കും. അതില്ലാതെ ഈ വഴിയിലേക്ക് പ്രവേശനം, നവരാത്രി ഉപാസന ആരംഭിക്കണമെങ്കിൽ തന്നെ ഈ ആഗ്രഹം ഉറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ രാത്രി നമ്മൾ ഉപാസിക്കുന്നത് ശൈലപുത്രികയാണ്. ഈ ജിജ്ഞാസയെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ഉപാസന. അപ്പൊ ആത്മാവിനെ അറിയണം, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന ഉറപ്പ് നമുക്ക് കിട്ടണം. അത് കിട്ടാൻ വേണ്ടി ശൈലപുത്രിയെ ഉപാസിക്കുന്നു. അങ്ങനെ ഉപാസിച്ച് ആ ജിജ്ഞാസ ഉറച്ച ആത്മാവിനെ അറിയണം എന്ന് വ്യക്തമായ ലക്ഷ്യമായി മാറിയാൽ ആ സമയത്ത് നമ്മൾ ബ്രഹ്മചാരിണിയെ രണ്ടാമതായി ഉപാസിക്കുന്നു. ബ്രഹ്മചാരിണി ഉപാസന സംയമനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ അടക്കണം. കാരണം അകത്താണ് സാധന നടക്കുന്നത്. അപ്പൊ പുറത്തേക്ക് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും സിദ്ധി കിട്ടില്ല. അപ്പൊ അകത്ത് സാധന സഫലമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ അടക്കി സംയമനം പാലിക്കണം. അതിനെയാണ് ബ്രഹ്മചാരിണി ദേവി നമുക്ക് നൽകുന്നത്. അപ്പൊ രണ്ടാമത്തെ രാത്രിയുടെ ഉപാസനയിലൂടെ നമ്മൾ സംയമനത്തെ നേടുന്നു. ആദ്യം ആത്മാവിനെ അറിയണമെന്ന വാഞ്ഛയെ ഉറപ്പിച്ചു, അത് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ അടക്കി. അങ്ങനെ 2 ഉപാസന കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ ഉപാസിക്കുന്നത് ചന്ദ്രഘണ്ഠാദേവിയെയാണ്. അത് ജപത്തെയാണ് സൂചിപ്പിക്കുന്നത്.
ആ വാക്കിന്റെ അർത്ഥം തന്നെ, അതായത് ആഹ്ലാദകരമായ മണിനാദം എന്ന് പറയുന്നത് നമുക്ക് മന്ത്രശബ്ദത്തെ എടുക്കാം. അപ്പൊ അതുകൊണ്ട് ജപത്തെയാണ് ചന്ദ്രഘണ്ഠാദേവി സൂചിപ്പിക്കുന്നത്. നമ്മൾ ആത്മാവിനെ അറിയണമെന്ന് തീരുമാനിച്ചു, ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി, മനസ്സിനെയെല്ലാം അടക്കി നമ്മൾ ജപസാധന ആരംഭിക്കുന്നു. ഗുരുവിൽ നിന്നും ദീക്ഷയായി കിട്ടിയ മന്ത്രത്തെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജപിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ജപത്തിൽ സിദ്ധി വരുത്താൻ വേണ്ടി, ആ ജപം ഉറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ചന്ദ്രഘണ്ഠാദേവിയെ ഉപാസിക്കുന്നത് മൂന്നാമതായി. അങ്ങനെ ആ ഉപാസനയിലൂടെ ജപം ഇങ്ങനെ തീവ്രമായി കഴിയുമ്പോൾ, ജപത്തിൽ നമുക്ക് സിദ്ധി വന്നു കഴിയുമ്പോൾ കൂഷ്മാണ്ഡാദേവിയെ നാലാമതായി ഉപാസിക്കുന്നു. കാരണം ജപം സിദ്ധമായി കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ഉണരും. മൂലാധാരത്തിൽ ഒരു ഊർജം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഉറങ്ങിക്കിടക്കുന്ന ഊർജത്തെയാണ് കുണ്ടലിനി എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നത് കൊണ്ടാണ് കുണ്ടലിനി എന്ന വാക്ക് അതിന് വന്നത്. ആ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്നും സ്വാധിഷ്ഠാനത്തിലേക്ക്, നമ്മുടെ ദേഹത്തിൽ 6 ചക്രങ്ങളെ സങ്കല്പിക്കാറുണ്ട്. ആ 6 ചക്രങ്ങളിൽ ഏറ്റവും താഴെയുള്ള ചക്രമാണ് മൂലാധാരം. അവിടെയാണ് കുണ്ടലിനി ഉറങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ജപം സിദ്ധിച്ചു കഴിയുമ്പോൾ കുണ്ടലിനി ആ മൂലാധാരത്തിൽ നിന്നും സ്വാധിഷ്ഠാനം എന്ന 2ാമത്തെ ചക്രത്തിലേക്ക് ഉയരും. ഈ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് കൂഷ്മാണ്ഡാദേവിയെ നമ്മൾ ഉപാസിക്കുന്നത്. ചെറിയ ഊർജത്തിലൂടെ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നവൾ എന്നാണ് ആ പേരിനർത്ഥം തന്നെ. അപ്പൊ ഈ ഊർജത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ 4ാമത്തെ ദിവസത്തെ ഉപാസനയിലൂടെ കുണ്ടലിനി ഉണർവ് സംഭവിക്കുന്നു. അത് സ്വാധിഷ്ഠാനത്തിലേക്ക് ഉണരുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ 5ാമതായി ഉപാസിക്കുന്നത് സ്കന്ദമാതാദേവിയെയാണ്. അതായത് സ്വാധിഷ്ഠാനത്തിലെത്തിയ ഊർജം നമ്മൾ വീണ്ടും സാധനയിലൂടെ മണിപൂരകത്തിലേക്ക് എത്തിക്കുന്നു. മണിപൂരകത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നമുക്ക് ശരീരശുദ്ധി ഉണ്ടാകും. ശരീരത്തിലുള്ള എല്ലാ അശുദ്ധിയും ഇല്ലാതെയായി, രോഗമൊക്കെ ഇല്ലാതെയായി, ശരീരത്തിന് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അതെല്ലാം നീങ്ങിക്കിട്ടും. അപ്പൊ ശരീരശുദ്ധിയെ നേടാൻ വേണ്ടിയാണ് നമ്മൾ സ്കന്ദമാതാവിനെ ഉപാസിക്കുന്നത്. സ്കന്ദ ശബ്ദത്തിന് ശരീരം എന്ന അർത്ഥമുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ നല്ല ശരീരം ഉണ്ടാവാനുള്ള സിദ്ധി നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമ്മുടെ ശരീരത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. കുണ്ടലിനി മണിപൂരത്തിലേക്ക് എത്തുമ്പോൾ അത് എത്തിക്കുന്ന ചൈതന്യമാണ് സ്കന്ദമാത. അപ്പൊ അങ്ങനെ 5ാമത്തെ രാത്രിയുടെ ഉപാസനയിലൂടെ മണിപൂരകത്തിലേക്ക് നമ്മൾ നമ്മുടെ കുണ്ടലിനി ശക്തിയെ എത്തിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് 6ാമത്തെ ദിവസം കാത്യായനി ദേവിയെയാണ് ഉപാസിക്കുന്നത്. അതായത് മണിപൂരകത്തിൽ നിന്നും അനാഹത ചക്രത്തിലേക്ക് കുണ്ടലിനി ഉയരുന്നു. ആദ്യം ശരീരശുദ്ധിയാണ് ഉണ്ടായതെങ്കിൽ ഇവിടെ മനഃശുദ്ധി ഉണ്ടാകും. മനസ്സിൽ ഒരുപാട് അശുദ്ധികളുണ്ട്. അതെല്ലാം, അതായത് വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത ആഗ്രഹങ്ങളും ഭയങ്ങളും ആകാംക്ഷകളും ഇങ്ങനെ പലതും മനസ്സിനെ ഇങ്ങനെ കലർത്തി ഒരു വൃത്തികെട്ട അവസ്ഥയിൽ മനസ്സ് കിടക്കുന്നുണ്ടാവും സാധകന്റെ. അതിലെ അശുദ്ധികളെയെല്ലാം നീക്കിക്കൊണ്ട് മനഃശുദ്ധിയെ നൽകുന്നു കാത്യായനി ഭഗവതി. അങ്ങനെ മണിപൂരകത്തിൽ നിന്നും അനാഹത ചക്രത്തിലേക്ക് കുണ്ടലിനി ഉയർന്നു. മനഃശുദ്ധി നമുക്ക് സിദ്ധിച്ചു എന്നർത്ഥം. അത് കഴിഞ്ഞ് 7ാമത്തെ ഉപാസന, 7ാമത്തെ രാത്രി നമ്മൾ ഉപാസിക്കുന്നത് കാലരാത്രികയാണ്. അതായത് അനാഹതത്തിൽ നിന്നും കുണ്ടലിനി വിശുദ്ധി ചക്രത്തിലേക്ക് ഉയരുന്നു. വിശുദ്ധി ചക്രത്തിലേക്ക് ഉയർന്നതിനോടൊപ്പം വാസനാശുദ്ധി ഉണ്ടാകുന്നു. ആദ്യം ശരീരശുദ്ധി, പിന്നെ മനഃശുദ്ധി, 3ാമത്തത് വാസനാശുദ്ധി. അതായത് നമ്മുടെ ഉള്ളിൽ ചീത്ത ചിന്തകളും ഭയങ്ങളും ആകാംക്ഷകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതില്ലാതെയാക്കിയാലും അത് വീണ്ടും ഉണ്ടാക്കാനുള്ള ബീജങ്ങളായ വാസനകൾ മനസ്സിന്റെ ഏറ്റവും അടിത്തട്ടിൽ കാരണ ശരീരത്തിൽ ഉണ്ടാവും. ആ വാസന ഉള്ളത് വരെയും നമ്മൾ വീണ്ടും വീണ്ടും ചിന്തകൾ ഉണ്ടാവും. എത്ര തുടച്ചു മാറ്റിയാലും അത് വീണ്ടും ഉണ്ടാവും. അപ്പൊ വാസനകളെ തന്നെ പരിശുദ്ധമാക്കി അതിനെ കത്തിച്ചു കളഞ്ഞ് അതിനെ ഇല്ലാതെയാക്കുന്നവളായതുകൊണ്ട് കാലരാത്രി. അപ്പൊ വാസന എന്ന് പറയുന്നത് അവ്യക്തമാണ്. അതുകൊണ്ടാണ് കറുത്ത ഭാവത്തിൽ അമ്മയെ സങ്കല്പിക്കുന്നത്. അപ്പൊ നമ്മുടെ കർമ്മത്തിന്റെ എല്ലാം ബീജമായി കിടക്കുന്ന ആ വാസനകളെ മുഴുവൻ ശുദ്ധമാക്കും. ഇനി വീണ്ടും ജനിക്കേണ്ട ആവശ്യം വരാത്ത വിധത്തിൽ വാസനകൾ, അപ്പൊ ഇനി മോശമായ ചിന്തകൾ വരില്ല, മോശമായ ആഗ്രഹങ്ങൾ വരില്ല. അങ്ങനത്തെ പരിശുദ്ധി പരിപൂർണമാക്കി തരുന്നു. അതുകൊണ്ട് വാസനാശുദ്ധി വരുത്തിക്കൊണ്ട് വിശുദ്ധി ചക്രത്തിലേക്ക് കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നു. അതാണ് കാലരാത്രി ഉപാസന. അത് കഴിഞ്ഞ് 8ാമതായി മഹാഗൗരിയെ ഉപാസിക്കുന്നു. അതായത് വിശുദ്ധി ചക്രത്തിൽ നിന്നും കുണ്ടലിനി ആജ്ഞാചക്രത്തിലേക്ക്, ഭ്രൂർ മധ്യത്തിലുള്ള ആ ഭാഗത്തിലേക്ക് ആ കുണ്ടലിനി ശക്തി ഉണരുന്നു. അതോടുകൂടി ബുദ്ധിശുദ്ധി നമുക്കുണ്ടാകുന്നു. ബുദ്ധിക്ക് തെളിമയുണ്ടാകുന്നു. കാരണം ഇന്ദ്രിയങ്ങൾക്കെല്ലാം ശാന്തി കിട്ടിയതാണ് ശരീരശുദ്ധി. മനസ്സ് ശാന്തമായി, വാസന ശാന്തമായി, ഇനി ബുദ്ധി തെളിഞ്ഞു പ്രകാശിക്കുന്നു. ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഭാവം ബുദ്ധിക്ക് കിട്ടുന്നു. താൻ മനസ്സല്ല ഇന്ദ്രിയങ്ങളല്ല എന്ന വ്യക്തത കിട്ടുന്നു, സ്വാതന്ത്ര്യം കിട്ടുന്നു, ധീരഭാവം നമുക്കുണ്ടാകുന്നു. ധീര എന്ന് പറഞ്ഞാൽ അതാണ്, ബുദ്ധി തെളിഞ്ഞിരിക്കുന്ന ഭാവമാണ് ധീരഭാവം. അതല്ലാതെ നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന ധീരഭാവമല്ല.
യോദ്ധാവിനുള്ള ധീരത എന്നൊക്കെ പറയുന്നതല്ല. ഇവിടെ ധീരം എന്ന് പറഞ്ഞാൽ ബുദ്ധി തെളിഞ്ഞിരിക്കുക. അങ്ങനെ ബുദ്ധിശുദ്ധിയെ മഹാഗൗരി പ്രദാനം ചെയ്യുന്നു. നമ്മുടെ കുണ്ടലിനി അത് ആജ്ഞാചക്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ 8 ദിവസത്തെ ഉപാസനയിലൂടെ നമ്മൾ ആജ്ഞാചക്രത്തിലേക്ക് ബുദ്ധിശുദ്ധിയിലേക്കും എത്തിയിരിക്കും. അത് കഴിഞ്ഞ് 9ാമത്തെ ദിവസം സിദ്ധിദാത്രിയെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. അതായത് ആജ്ഞാചക്രത്തിൽ നിന്നും കുണ്ടലിനി ശക്തി സഹസ്രാര പത്മത്തിലേക്ക്, അതിന് മുകളിലുള്ള ആ 1000 ഇതളുകളുള്ള പത്മത്തിലേക്ക് ചെന്ന് അത് ബ്രഹ്മാനുഭൂതിയെ നേടുന്നു. ബ്രഹ്മാനുഭൂതി ഒരു അമൃതരസം പോലെ ശരീരമാകെ വ്യാപിക്കുന്നു. അതാണ് പരമാനന്ദം. ആ പരമാനന്ദത്തെയാണ് അമൃതം എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ പൂർണ്ണതയെ അറിയുന്നു. ശിവനും ശക്തിയും ഒന്നാകുന്നു എന്ന് കാവ്യാത്മകമായിട്ട് പറയാം. വാസ്തവത്തിൽ ഇവിടെ 2 ഇല്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്നാണെന്ന ബോധമുറയ്ക്കുന്നു. അപ്പോൾ കുണ്ടലിനിയുടെ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ 6 ചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ നമ്മൾ എത്തുന്നു എന്നർത്ഥവും വന്നു. സാധനയിലൂടെ നോക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വാസനാശുദ്ധിയും ബുദ്ധിശുദ്ധിയും നേടിക്കൊണ്ട് നമ്മൾ ആത്മജ്ഞാനത്തെ നേടുന്നു, പരമാനന്ദത്തെ അനുഭവിക്കുന്നു ജപസാധനയിലൂടെ. ഇങ്ങനെ 9 രാത്രികളിലൂടെ നമ്മൾ 9 തലങ്ങളെ തരണം ചെയ്ത് സാധനയുടെ പരിപൂർണതയെ നേടുന്നു. അതുകൊണ്ടാണ് 9ാമത്തെ ദേവിയെ സിദ്ധിദാത്രി എന്ന് വിളിച്ചത്. സിദ്ധിയെ പ്രദാനം, സാധനയുടെ പൂർണ്ണതയാണ് സിദ്ധി. അപ്പൊ സിദ്ധിയെ പ്രദാനം ചെയ്യുന്നു, ബ്രഹ്മാനുഭൂതി ഉണ്ടാകുന്നു. ആ ബ്രഹ്മാനുഭൂതിയാണ് 10ാമത്തെ ഭാവമായ നമ്മുടെ വിജയദശമി. ദുർഗ എന്ന പൂർണ്ണത ആ ബ്രഹ്മാനുഭൂതിയാണ്. അതുകൊണ്ടാണ് 9 രാത്രിയിലെ ഉപാസനയിലൂടെ നമ്മൾ 10ാമത്തെ ദിവസം വിജയം ആഘോഷിക്കുന്നത്. ദുർഗയുടെ പരിപൂർണത നമ്മൾ അനുഭവിച്ചറിയുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 9 ഭാവങ്ങൾ സാധനയിൽ ഉണ്ടെന്നും ആ സാധനയുടെ 9 ഭാവങ്ങളെ 9 രാത്രികളിലായി ഉപാസന നടത്തി നേടിയെടുക്കണമെന്നും ആ ഭാവശുദ്ധി നമുക്ക് ഉണ്ടാകണമെന്നും സൂചിപ്പിക്കുന്ന വ്രതമാണ് നവരാത്രി വ്രതം. അപ്പോൾ വളരെ സൂക്ഷ്മമായ സാധനയെ ചെയ്യാനുള്ള കാലഘട്ടമാണ് നവരാത്രി. അതുകൊണ്ടാണ് ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഘണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി, മഹാദുർഗ, ഇങ്ങനെ 9 ഭാവങ്ങളിലൂടെ 10ാമത്തെ ഭാവം എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം 10ാമത്തേത് പൂർണ്ണതയാണ്. ആ പൂർണ്ണതയെ കുറേശ്ശെയായി നമ്മൾ ഉപാസിക്കുകയാണ്. അപ്പോൾ ആ അമ്മ, ആ ദുർഗാ ഭഗവതി നമുക്ക് നൽകുന്ന ചെറിയ അനുഗ്രഹങ്ങളെ ഓരോ ഭാവമായി നമ്മൾ കാണണം. അതാണ് ഈ 9 ഭാവങ്ങൾ. അങ്ങനെ കണ്ട് നമ്മൾ ആ അമ്മയെ തന്നെ നേരിട്ട് അനുഭവിച്ച് അതിൽ ലയിച്ച് നമ്മൾ ആനന്ദത്തിൽ മുഴുകുന്നു. ആ പരമാനന്ദാനുഭൂതിയാണ് വിജയദശമി. ഇങ്ങനെ സൂക്ഷ്മമായ സാധനയാണ് നവരാത്രി. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. അപ്പോൾ ദേവി ഉപാസന നടത്തുക എന്ന് പറഞ്ഞാൽ പരിപൂർണ മുക്തിയെ നേടാനുള്ള വഴിയാണ് നവരാത്രി വെക്കുന്നത്. കേരളത്തിൽ ഇത് 3 ദിവസം പാർവതി ഭാവവും 3 ദിവസം മഹാലക്ഷ്മി ഭാവവും 3 ദിവസം സരസ്വതി ഭാവത്തിലും ഉപാസിച്ചുകൊണ്ട് വിദ്യയ്ക്ക് വേണ്ടിയുള്ള 3 ദിവസങ്ങളാണ് അവസാനത്തെ 3 ദിവസം. അങ്ങനെ വിദ്യയെ ആർജിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് വിദ്യാരംഭം കുറിക്കുന്ന പതിവാണുള്ളത്. എന്നാലും ഇതിൻ്റെ സൂക്ഷ്മമായ വശം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി നവരാത്രിയിൽ ഈ ഭാവത്തെയും കൂടി ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഈ 9 ഭാവങ്ങൾ നമ്മുടെ സാധനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഈ 9 ഭാവത്തെയും ഉണർത്താൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഈ നവദുർഗാ സ്തോത്രം എല്ലാ ദിവസവും ജപിച്ച് നമുക്ക് സിദ്ധി വരുത്താൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ ഭാവത്തെ പ്രത്യേകം എടുത്ത് ഉപാസിച്ച് അതിൻ്റെ ലക്ഷ്യത്തെ വ്യക്തമാക്കി വെച്ച് ആ ലക്ഷ്യം നേടാനായി സിദ്ധി വരുത്താനായി ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ട് 9 ദിവസം കടന്നുകൊണ്ട് 10ാമത്തെ ദിവസം സിദ്ധിയെ നേടാനും നമുക്ക് സാധിക്കും. കാരണം അമ്മയുടെ വരപ്രസാദമുണ്ടെങ്കിൽ എത്ര എളുപ്പം വേണമെങ്കിലും ഇത് കിട്ടും. വളരെ പ്രയാസപ്പെട്ട വസ്തുവാണെന്നൊന്നും വിചാരിക്കരുത്. കാരണം മുഹൂർത്ത മാത്രം കൊണ്ടാണ് പണ്ട് ഖഡ്വാങ്കൻ എന്ന രാജാവിന് കിട്ടിയത്. വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ദേവീ പ്രസാദം സമ്പാദിക്കാനായിക്കൊണ്ട് ഈ 9 രാത്രികളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനായി നവരാത്രി വ്രതം അനുഷ്ഠിക്കണം എന്നാണ് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ ആ ദുർഗാ ഭഗവതിയുടെ 9 ഭാവങ്ങളെ സ്മരിച്ചുകൊണ്ട് ചെറുതായി അവയുടെ അർത്ഥങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് ഇതിലൂടെ ഉണ്ടാകുന്ന ആ വാഞ്ച, അതായത് അമ്മയെ അറിയണമെന്ന വാഞ്ച നമുക്ക് എല്ലാവർക്കും ഉണ്ടായി എന്ന് കരുതിക്കൊണ്ട് ഈ വ്യാഖ്യാനത്തെ, ഈ പ്രഭാഷണത്തെ ആ അമ്മയുടെ, ആ ദുർഗാ ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.